ലൂക്കോസ് 13:24. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ചലിക്കണേ. തിരുവെഴുത്തുകളെ അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ ആശയത്തിൽ, തിരുവെഴുത്തുകളെ അതിൻ്റെ സമ്പൂർണതയിൽ ഈ ജനത്തിന് മനസ്സിലാകത്തക്ക വിധത്തിൽ വിശകലനം ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യണേ. ലുദ്ധിയായുടെ ഹൃദയം തുറന്നതുപോലെ ഹൃദയത്തെ തുറക്കണേ. ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. മനസ്സിനെ ഏകാഗ്രമാക്കണമേ. സ്വർഗം ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഇന്ന് രാത്രി അവിടുത്തെ കരുണ വെളിപ്പെടുത്തിയാട്ട് കൃപയെ ചോദിക്കുന്നു. ആത്മമണ്ഡലത്തെ തുറന്നു തരണം. അവിടുത്തെ വിശുദ്ധ ദൂതന്മാരെ ഈ കോമ്പൗണ്ടിൽ അയക്കണം. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പുതിയ നിയമത്തിൻ്റെ 27 പുസ്തകങ്ങളുടെ പ്രഥമ ഭാഗം സുവിശേഷങ്ങളാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണ പുനരുത്ഥാനങ്ങൾ വരെയുള്ള സംഭവങ്ങളുടെ സൂക്ഷ്മമായ വിശകലനങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളെ സഭാപിതാവായ ഒറീഗൻ ഉൾപ്പെടെയുള്ളവർ 4 വശങ്ങളുള്ള സുവിശേഷം എന്നാണ് വിളിക്കുന്നത്. അതായത് യേശുക്രിസ്തുവിനെ ഓരോ സുവിശേഷവും ഓരോ വ്യത്യസ്ത തലങ്ങളിലാണ് വെളിപ്പെടുത്തുന്നത്. മത്തായി യേശുവിനെ മശിഹയായി വെളിപ്പെടുത്തുന്നുണ്ട്. മർക്കോസ് യേശുവിനെ ദാസനായി അവതരിപ്പിക്കുന്നു. ലൂക്കോസ് യേശുവിനെ മനുഷ്യപുത്രനായും യോഹന്നാൻ യേശുവിനെ സാക്ഷാൽ ദൈവമായും അവതരിപ്പിക്കുന്നു. അതിൽ ലൂക്കോസിലാണ് നമ്മുടെ ചിന്ത നമ്മൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ആദ്യം മുതലുള്ള വിഷയങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ഒരു ചരിത്രം ചമയ്ക്കുവാൻ ആഗ്രഹിച്ചു എന്നാണ് ലൂക്കോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സൂക്ഷ്മമായ അപഗ്രഥനങ്ങളിലൂടെ കൃത്യതയേറിയ വിശദീകരണങ്ങൾ ഒരു കൂട്ടത്തിൻ്റെ അകത്തേക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള ഒരു ശ്രമം, അതാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ കാണുന്നത്. അതിൽ യേശുക്രിസ്തു പറഞ്ഞ അതിനിർണായകമായ പ്രാധാന്യതയുള്ള ഒരു വാക്കാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടാണ് ലൂക്കോസ് 13:24 ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവീൻ എന്ന് കർത്താവ് പറയുന്നത്? അതിൻ്റെ പിന്നിൽ അവിടെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ലൂക്കോസ് 13:23 അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്. അപ്പൊ ചോദ്യം ഇതാണ്, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. അത് ഏത് ആശയത്തിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ആ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. ഒരു പക്ഷേ അന്നും ഇന്നും എന്നും അങ്ങനെയാണ്, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, വചനത്തോട് അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. യേശു കർത്താവ് വചനം ശുശ്രൂഷിക്കുന്നത് ഒരു വിതകാരൻ്റെ ഉപമയിൽ
കൂടി കൃത്യമായിട്ട് പറയുകയുണ്ടായി. ഒരുവൻ വിതയ്ക്കാൻ പുറപ്പെടുന്നു, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീഴുന്നു, ചിലത് പാറസ്ഥലത്ത് വീഴുന്നു, ചിലത് മുള്ളിനിടയിൽ വീഴുന്നു, ചിലത് നല്ല നിലത്ത് വീഴുന്നു. 100 പേരുണ്ടെങ്കിൽ 25% വഴിയരികില്ല, 25% മുള്ളിനിടയില്ല, 25% പാറസ്ഥലത്താണ്. ബാക്കിയുള്ള 25% റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാവാൻ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്നിവിടെ ചോദിക്കുന്നത്. അപ്പം ആ ചോദ്യത്തിന് കർത്താവ് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ പോരാടും. അപ്പൊ രക്ഷിക്കപ്പെടുന്നവരുടെ മാർഗം ഇടുക്കുവാതിൽ പോലെയാണ്. അതാണ് അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഇടുക്കുവാതിൽ? അത് ലൂക്കോസ് 13:24 ആംഗലേയ പരിഭാഷ നോക്കിയാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത് ദ ഡോർ ടു ഹെവൻ ഈസ് നാരോ എന്നാണ്. അപ്പൊ ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. അതങ്ങ് ഇടുങ്ങിയതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു ഇടുക്കുവാതിലിലൂടെ എങ്ങനെയാണ് ഒരാൾ അകത്ത് കടക്കുന്നത്, അതുപോലെയാണ് ഈ സ്വർഗത്തിലേക്കുള്ള വാതിലിലേക്ക് ഒരാൾ പോകുന്നതെന്ന് ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ ഡോർ ടു ഹെവൻ ഈസ് നാരോ. ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു ഡോറാണ്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. മത്തായി 7:14 വരുമ്പോൾ ഈ വഴിയെ വിളിച്ചിരിക്കുന്ന രണ്ടാമതൊരു പേരുണ്ട്, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ എന്ന്. അവ സ്വർഗത്തിലേക്ക് പോകുന്ന വാതിൽ, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ. അതാണ് ഇടുക്കുവാതിൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇടുക്കുവാതിൽ എന്ന് പറയുമ്പോൾ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, ആലങ്കാരികമാണ് സംഗതി. ആ വാതിലിൻ്റെ സ്വഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ഈ മത്തായി സുവിശേഷം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 7-ാം അധ്യായം 13-ാമത്തെ വാക്യം, അവിടെ 2 വാതിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് നാശത്തിലേക്ക് പോകുന്ന വാതിൽ, അത് വീതിയുള്ളതാണ്, വഴി വിശാലമാണ്. 2 ജീവങ്കലേക്ക് പോകുന്ന വാതിൽ, അത് ഇടുക്കമാണ്, വഴി ഞെരുക്കമാണ്. അപ്പൊ ഈ 2 വാതിലുകളെയും 2 വഴികളെയും നമ്മൾ വിലയിരുത്തണം. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതാണ്, ആ വഴി ഭയങ്കര വിശാലമാണ്. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമാണ്, വഴി ഞെരുക്കമാണ്. വാസ്തവത്തിൽ ആ ഇടുക്കുവാതിൽ പറയുന്നതിന് മുൻപ് നമ്മൾ പറയേണ്ടത് നാശത്തിലേക്ക് പോകുന്ന വാതിൽ എന്നുള്ള വാക്കാണ്. ഈ എന്താണ് നാശത്തിലേക്കുള്ള വാതിൽ? ഇടുക്കുവാതിൽ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു, അത് ദ ഡോർ ടു ഹെവൻ ആണ്, സ്വർഗത്തിലേക്കുള്ള, അല്ലെങ്കിൽ ദ ഡോർ ടു ലൈഫ് ആണ്, ജീവനിലേക്കുള്ള വാതിലാണ്. അപ്പം നാശത്തിലേക്കുള്ള വാതിൽ എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് വരുമ്പോൾ ദ ഗേറ്റ് ടു ഹെൽ എന്നാണ്, നരകത്തിലേക്കുള്ള വാതിൽ. അത് ഭയങ്കര വീതി ഉള്ളതാണ്, വഴി വിശാലമാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, സ്വർഗത്തിൻ്റെ ഓപ്പോസിറ്റ് നരകമാണ്. സ്വർഗത്തിലേക്കുള്ള വഴി, ആ വാതിൽ ഇടുക്കമാണ്, വഴി ഞെരുക്കമാണ്. നാശത്തിലേക്കുള്ള അഥവാ നരകത്തിലേക്കുള്ള വാതിൽ വിശാലമാണ്, വഴി ഭയങ്കര വീതിയുള്ളതാണ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഈ ഡോർ ടു ഹെൽ എന്ന് പറയുമ്പോൾ, നരകത്തിലേക്കുള്ള ആ ഒരു വാതിൽ എന്ന് പറയുമ്പോൾ, അതിനെ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കണം. ഈ നരകം എന്ന് പറയുന്ന സംഗതി ഒരിക്കലും വിശ്വസിക്കാത്ത ആളുകളുണ്ട്, സ്വർഗവും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. പക്ഷേ ബൈബിൾ ഇത് പറയുന്നത് കൊണ്ട് ഇത് രണ്ടും സത്യമാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഞാനത് വ്യക്തമാക്കാം.
ഈ നരകവും സ്വർഗവും എല്ലാം ഇവിടെ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്, അല്ലേ? ഞാൻ അങ്ങനെ ഒരു കവിത ഓർക്കുന്നുണ്ട്. നമുക്ക് നാമേ പണിപത് സ്വർഗം നരകവും അതുപോലെ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെയാണ് ഇതെല്ലാം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ബൈബിൾ അതിനെ വൈരുദ്ധ്യമായിട്ടാണ് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നരകം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതെന്തുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഈ വചനം വിശ്വാസയോഗ്യമാണെന്ന് ബൈബിൾ ആവർത്തിച്ചു പറയുന്നു. അതിൻ്റെ സവിശേഷത 1600 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിൾ എഴുതി പൂർത്തീകരിച്ചത്. 40 എഴുത്തുകാർ. 1600 വർഷം എന്ന് പറയുമ്പോൾ 16 നൂറ്റാണ്ടാണ്. 16 നൂറ്റാണ്ടിൻ്റെ ബൗദ്ധിക മേഖല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വ്യത്യസ്തമാണ്. 16 നൂറ്റാണ്ടിൻ്റെ ചിന്താധാര എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വ്യത്യസ്തമാണ്. 16 നൂറ്റാണ്ടിൻ്റെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ യാദൃച്ഛിക ചെന്നപ്പോൾ ആ വീട്ടിലെ അച്ചായൻ ഒരു വലിയ ബിസിനസ്സുകാരനാണ്, എന്നോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പിതാവിന് 45 വയസ്സുള്ളപ്പോഴാണ് ഇദ്ദേഹം ഉണ്ടായത്. അപ്പം 45കാരനും ഈ മകനും തമ്മിൽ ഭയങ്കര ഒരു ഏജ് ഡിസ്റ്റൻസ് ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ലായിരുന്നു. ഞാൻ പറയുന്നത് അപ്പച്ചന് മനസ്സിലാകത്തില്ല, അപ്പച്ചൻ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല. ജനറേഷൻ ഗ്യാപ്പാ. അപ്പം 45 വർഷത്തെ ഇടവേളയിൽ ഒരു മകൻ ജനിച്ചാൽ പോലും അപ്പന് മകനെയും മകൻ അപ്പനെയും മനസ്സിലാക്കാൻ പറ്റില്ല പോലും. അപ്പം 16 നൂറ്റാണ്ട് 1600 വർഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 1200 വർഷത്തിൻ്റെ എല്ലാവിധ വൈരുദ്ധ്യങ്ങളും ഉണ്ടെങ്കിലും ആ വൈരുദ്ധ്യങ്ങളൊന്നും ഈ പുസ്തകത്തെ ബാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പിന്നിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവാണ്. ഒരൊറ്റ മുറിയിൽ ഒരൊറ്റ എഴുത്തുകാരനാൽ എഴുതപ്പെട്ടതുപോലെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ആശയ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതെ ഒന്നിനോടൊന്ന് യോജിക്കത്തക്ക വിധത്തിൽ ഇതിൻ്റെ പ്രാമാണിക രേഖ നമ്മളിങ്ങനെ കാണുകയാണ്. അത് ബൈബിളിൻ്റെ സവിശേഷ സ്വഭാവമാണ്. വേറെ ഏതൊരു പുസ്തകത്തിനും അങ്ങനെ ഒരു കാര്യം പറയാനുണ്ടാവില്ല. ഈ പ്രസംഗിക്കുന്ന ഞാൻ എഴുതിയാൽ പോലും അടുത്ത പ്രാവശ്യം അത് വീണ്ടും വായിക്കുമ്പോൾ വീണ്ടും എഴുതാൻ എനിക്ക് തോന്നാറുണ്ട്, തിരുത്താൻ തോന്നാറുണ്ട്, എഡിറ്റിംഗ് നടത്താറുണ്ട്. ബൈബിളിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ വചനം ദൈവനിശ്വാസ്യമാണ്. ദൈവനിശ്വാസ്യം എന്ന് പറയുമ്പോൾ ഗോഡ് ബ്രീത്ത്ഡ്, ദൈവം നിശ്വസിച്ചത്. അതാണ് നമ്മൾ 2 തിമോത്തിയോസിൽ വായിക്കുന്നത് 3:16. എല്ലാ തിരുവെഴുത്തും ദൈവം നിശ്വാസ്യമാകിയാൽ. അപ്പം എല്ലാ തിരുവെഴുത്തും ഗോഡ് ബ്രീത്ത്ഡാണ്, ദൈവത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. എഴുതാൻ മാനുഷിക എഴുത്തുകാരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ബൈബിളിലെ ആശയങ്ങളും അതിൻ്റെ വാക്കുകളും ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഗോഡ് ബ്രീത്ത്ഡ്, ദൈവം നിശ്വസിച്ചതാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും വന്നതായതുകൊണ്ട് ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്ത സർവജ്ഞാനിയായ, സർവസമീപസ്ഥനായ, സർവശക്തനായ, നിത്യനായ, മാറ്റമില്ലാത്തവനായ ദൈവം ഇതിൻ്റെ പിന്നിൽ ചലിച്ചതുകൊണ്ട് ഈ വചനത്തെ അടിവരയിട്ട് വിശ്വസിക്കാം. അതുകൊണ്ട് സ്വർഗം ഉണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായി അത് വിശ്വസിക്കുന്നു. നരകമുണ്ട് എന്ന് പറയുമ്പോൾ കൃത്യമായി അത് വിശ്വസിക്കുന്നു. സ്വർഗം, നരകം, ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇടുക്കുവാതിൽ, ദ ഡോർ ടു ഹെവൻ, അത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. അടുത്തത് നാശത്തിലേക്ക് പോകുന്ന വാതിൽ, അതായത് വീതിയുള്ള വാതിൽ, അത് നരകത്തിലേക്ക് പോകുന്നതാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രഥമ ഭാഗത്ത് ഈ നരകത്തിലേക്ക് പോകുന്ന വാതിലിനെ ഒന്ന് വിശദീകരിക്കാനായിട്ട്
ഞാൻ ആഗ്രഹിക്കുകയാണ്. നരകം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറഞ്ഞിട്ടുള്ള വളരെ ആധികാരികമായ ഒരു സ്ഥലമാണ് നരകം എന്ന് പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാതാളം അവൻ്റെ മുൻപിൽ തുറന്നു കിടക്കുന്നു, നരകം മറയില്ലാതിരിക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. ആട്ടെ, എവിടെയാണ് നരകം? ഇയ്യോബ് കൃത്യമായിട്ട് പറയുന്നു, മനുഷ്യൻ ഭൂമിയിൽ ആഹാരമുണ്ടാക്കുന്നു, അതിൻ്റെ അധോഭാഗം തീ കൊണ്ടെന്നതുപോലെ തിളച്ചു മറിയുന്നു. അതുകൊണ്ട് സംശയം വേണ്ട, നരകം ഭൂമിയുടെ അധോഭാഗത്താകാനാണ് മിക്കവാറും സാധ്യത. അതുകൊണ്ട് പറയുന്നത് പാതാളം തുറന്നു കിടക്കുന്നു, നരകം മറയില്ലാതെ ഇരിക്കുന്നു. അവിടെ കൊണ്ട് തീരത്തില്ല. ഇയ്യോബിന്റെ പുസ്തകം 31:12 അത് ദഹിപ്പിക്കുന്ന തീയാകുന്നു എന്ന് വായിക്കുന്നുണ്ട്. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ 27-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ നരകത്തിൻ്റെ വാതായനത്തിലേക്ക് മനുഷ്യൻ ത്വരിതഗമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും കോടിക്കണക്കിന് ആളുകൾ ഈ നരകത്തിനകത്തേക്ക് വീണുകൊണ്ട് ഇരിക്കുകയാണ്. നരകത്തിന് തൃപ്തി വരുന്നില്ല. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തമ്പുരാൻ നരകത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്ന്, മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന് വായിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഈ പ്രശ്നകലുഷിതമായ ഭവനത്തെ ആ വീടൊരു നരകമാണ് എന്ന് പറയാറുണ്ട്. അപ്പം പ്രശ്നമാണ് നരകത്തിൻ്റെ സ്വഭാവമെന്ന് പൊതുവേ മനുഷ്യൻ സമ്മതിക്കാറുണ്ട്. അത് സത്യവുമാണ്. അത് തീയാണ്, കെടാത്ത തീയാണ്. അത് അഗ്നി നരകമാണ്. അത് കർത്താവ് തന്നെ പറഞ്ഞതാണ്. കർത്താവ് പിന്നത്തേതിൽ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ തീ കെടുന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നില്ല. അപ്പോൾ വീതിയുള്ള വഴിയെ സഞ്ചരിക്കുന്ന, വീതിയുള്ള വിശാലമായ വാതിലിലൂടെ പ്രവേശിക്കുന്ന ഒരാൾ ഉറപ്പായും ഈ സ്ഥലത്താണ് എത്തുന്നത്. അതിൻ്റെ ആ ഭയാനകത കർത്താവ് പറയുന്നുണ്ട്. മത്തായി 5:29 വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. പിന്നത്തേതിൽ കർത്താവ് പലയിടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. മത്തായി 18:9 മറ്റുമൊക്കെ വായിക്കുമ്പോൾ 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കണ്ണുള്ളവനായി സ്വർഗത്തിൽ പോകുന്നത് നല്ലത് എന്ന് പറയുന്നുണ്ട്. 2 കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ 1 കൈയുള്ളവനായി സ്വർഗത്തിൽ പോകുന്നത് നല്ലത് എന്ന് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകം ഭയാനകമാണ്. നരകം ഭയാനകമാണ്. ഞാനതിനെ അല്പം കൂടെ കാര്യമായിട്ട് പറയാം. ഇപ്പോൾ തന്നെ എന്തൊരു ഉഷ്ണമല്ലേ, എന്തൊരു ഉഷ്ണമാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഈ ഭയങ്കരമായ ചൂടിനെ കുറിച്ചാണ്. ഉരുകി ഒലിക്കുന്നത് പോലെ, ശരീരം വെന്ത് നീറുന്നത് പോലെ ഒരു ഫീലാണ് മൊത്തത്തിൽ. ഇടയ്ക്കിടയ്ക്ക് അല്പം തണുത്ത കാറ്റും മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ട് ശീതീകരിക്കുകയൊക്കെ ചെയ്യാമെന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ചൂട് ഭയാനകമാണ്. നമ്മൾ ഈ വായിച്ച വാക്യങ്ങളെല്ലാം തന്നെ നരകത്തെ തീയുമായി കണക്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ കെടാത്ത തീയുണ്ട്, അവിടെ ചാകാത്ത പുഴുവുണ്ട്. നിഷേധിക്കാൻ ഒക്കാത്ത വിധത്തിൽ ബൈബിൾ അതിനെ സ്ഥാപിക്കുന്നുണ്ട്. താങ്ങാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ പിന്നത്തേതിൽ പറയുന്നുണ്ടെങ്കിലും ധനവാൻ ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ ദണ്ഡനം അനുഭവിക്കുന്നു എന്നും പറയുന്നുണ്ട്. വേദനയുണ്ട്, യാതനയുമുണ്ട്. അത് ലൂക്കോസ് 16 ധനവാനായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ വീതിയുള്ള വഴി അത് നാശത്തിലേക്കുള്ള വഴിയാണ്, അഥവാ നരകത്തിലേക്കുള്ള വഴിയാണ്. ഇനിയും ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുടെ മുഖമുദ്രകൾ എന്താണ്? ഒരാൾ വീതിയുള്ള വഴിയാണ് സഞ്ചരിക്കുന്നത്, അഥവാ ആ നാശത്തിലേക്ക്, നരകത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. എങ്ങനെയാണത്
വ്യക്തമാക്കപ്പെടുന്നത്. ഞാൻ അതിന് ചില സൂചനകൾ തരാം. ഒന്ന്, അത് ലോകത്തിൻ്റെ വഴിയാണ്. നന്നായി വിശകലനം ചെയ്തോണം. വീതിയുള്ള വഴി, ആ വിശാലമായ സ്ഥലം, അത് ലോകത്തിൻ്റെ വഴിയാണ്. എന്തുകൊണ്ടതിനെ ലോകത്തിൻ്റെ വഴി എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, സകല ഭ്രമങ്ങളുടെയും സകല ആഡംബരങ്ങളുടെയും സകല മായക്കാഴ്ചകളുടെയും ഇടമാണ്. ആ വിധത്തിൽ ആസക്തിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവർ ആ വീതിയുള്ള വാതിലിലൂടെ വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ വഴി എന്ന് പറയുന്നത് അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കാം. ഒന്നുകൂടെ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാൻ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പം ലോകത്തിനൊരാത്മാവുണ്ട്. എൻ്റെ പ്രിയരെ, ലോകത്തിൻ്റെ ആത്മാവ് അപ്പം എന്തായിരിക്കും? അത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഉത്തരം പറയാം. ലോകത്തിൻ്റെ ദൈവം ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. അവിടെ നമുക്ക് ലോകത്തിൻ്റെ ആത്മാവിനെ പിടികിട്ടും. ലോകത്തിൻ്റെ ദൈവം ആരാ? നമുക്കെല്ലാവർക്കും അറിയാം, സാത്താൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവും സാത്താന്യമാണ്, ഒരു സംശയമില്ല. ഇവിടെ നമ്മൾ എഫേസ്യ ലേഖനം 2-ാമത്തെ വാക്യം ചർച്ച ചെയ്യണം. അവിടെ എഴുതിയിരിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തെയും അനുസരണക്കേടിൻ്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവിടെ ഈ ലോകത്തിൻ്റെ കാലഗതി എന്ന വാക്കുണ്ടല്ലോ, അത് നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അക്കോർഡിംഗ് ടു ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ് എന്നാണ്. കോഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ കാലഗതി. എന്നാൽ അല്പം കൂടെ കാര്യമായിട്ട്, അല്പം വ്യത്യസ്തമായിട്ടുള്ള ഭാഷാന്തരങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ട്രെൻഡ് ഓഫ് ദിസ് വേൾഡ് എന്നാണ്. വേറൊരു പരിഭാഷയിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഫാഷൻ ഓഫ് ദിസ് വേൾഡ്. കേട്ടോണം. അപ്പോ ട്രെൻഡുകളുടെ പുറകെ, ഫാഷനുകളുടെ പുറകെ ഒരാൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കണ്ട, അയാൾ ലോകത്തിൻ്റെ വഴിയിൽ തന്നെയാണ്. ഈ കാര്യം ബൈബിൾ വിശാലമായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഇവിടെ പാടിയപ്പോൾ നിങ്ങൾ കൈയടിച്ച് കാണും. നിങ്ങൾ ഒരുപക്ഷെ പാട്ട് കൂടെ പാടിക്കാണും. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ കരം ഉയർത്തിപ്പിടിച്ച ഒരു ഹാലലുയ പറഞ്ഞു കാണും. പക്ഷെ ട്രെൻഡുകളുടെ പുറകെയാണ് നിങ്ങളെങ്കിൽ, ഫാഷനുകളുടെ പുറകെയാണ് നിങ്ങളെങ്കിൽ, ഒരർത്ഥത്തിലും സംശയിക്കണ്ട, അത് വീതിയുള്ള വഴിയാണ്, അത് വിശാലമായ വാതിലാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നരകത്തിലേക്കുള്ള വഴി തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ അത്രയും കാര്യങ്ങളൊക്കെ മതി ആ ഭാഗത്തെന്ന് എനിക്ക് തോന്നുകയാണ്. എല്ലാവരും ചെയ്യുന്നതൊക്കെ ചെയ്യണമെന്നാണ് നിങ്ങളുടെ ശാഠ്യമെങ്കിൽ, എല്ലാവരും പോകുന്നത് പോലെ പോകണമെന്നാണ് നിങ്ങളുടെ ശാഠ്യമെങ്കിൽ, ഈ വീതിയുള്ള വഴിയെ അങ്ങനെ യാത്ര ചെയ്യാം. പക്ഷേ സംശയം വേണ്ട, ചെന്നവസാനിക്കുന്നത് നരകത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇത് ലോകത്തിൻ്റെ വഴിയാണ്. 2, ഇത് പാപത്തിൻ്റെ വഴിയാണ്. പാപത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ സകല പാപത്തിൻ്റെ മലിനതയ്ക്കകത്തുകൂടെയും യാത്ര ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഏതൊക്കെ ലിസ്റ്റുകൾ നിരത്തി വെക്കാൻ കഴിയുമോ ആ ലിസ്റ്റുകളെല്ലാം നിരത്തി വെച്ചിട്ട് അതിലേക്ക് നോക്കാം. അതെല്ലാം പാപത്തിൻ്റെ വഴികൾ തന്നെ ആയിരിക്കും. പാപം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ മനസ്സിലാക്കിയത് പറയാം. ദൈവവചനം അനുവദിച്ചിട്ടുള്ള പരിധിക്കപ്പുറത്തേക്ക്, അതിരിനപ്പുറത്തേക്ക്, ഇവിടെ ഇതൊരു കെട്ടിടത്തിൻ്റെ അസ്ഥിവാരമാണെന്ന് എനിക്കറിയാം. ഇതിന് കൃത്യമായ 2 ബൗണ്ടറികളുണ്ട്. ഈ ബൗണ്ടറിക്കകത്താണ് നമ്മളിപ്പോൾ ഈ യോഗം നടത്തുന്നത്. ഈ ബൗണ്ടറിക്ക് പുറത്ത് ഒരു സ്ഥലമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവവചനം എന്ത് ചെയ്യാം എന്തു ചെയ്യരുതെന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് പോയാൽ, അതാണ് പാപം എന്ന് പറയുന്നത്. അതിനെ ലിസ്റ്റ് ചെയ്ത് നിർത്താൻ നമുക്ക് കഴിയുമെങ്കിലും ലിസ്റ്റ് ചെയ്യാതെ ദൈവവചനം ചെയ്യാൻ, പറയാൻ, ജീവിക്കാൻ അനുവദിക്കുന്ന
അനുവദനീയമായ പരിധിയുടെ പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് പാപത്തിൻ്റെ വഴിയാണ്. അവിടെ സകല ഭ്രമങ്ങളും സകല ആസക്തികളും സകല പാപത്തിൻ്റെ മായികമായ മ്ലേച്ഛതകളും എല്ലാം അവിടെ കാണും. അത് പാപത്തിൻ്റെ വഴിയാണ്. ഈ വഴിയെ, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ആ വഴിയെ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സംശയിക്കണ്ട, അത് നരകത്തിലേക്കുള്ള വഴിയാണ്. അത് വീതിയുള്ള വഴിയാണ്. പിടികിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഈ നരകത്തിലേക്കുള്ള വഴി, സംശയം വേണ്ട, അത് നിരീശ്വരവാദത്തിൻ്റെ വഴിയാണ്. നിരീശ്വരവാദം ഈ കാലഘട്ടത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിരീശ്വരവാദം എന്ന് പറയുമ്പോൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുക, ദൈവമില്ല എന്ന് പഠിപ്പിക്കുക, ദൈവമില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യമാക്കത്തക്ക വിധത്തിൽ സംഗതികളെ അവതരിപ്പിക്കുക. ഉറപ്പാണ്, അത് നരകത്തിലേക്കുള്ള വാതിലാണ്. ഈ അടുത്ത സമയത്ത് TV ചാനലുകളിലൂടെ വളരെ ശ്രദ്ധേയനായ ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സഞ്ചാരം TV പ്രോഗ്രാംസ് മതഭേദമന്യേ എല്ലാവരും കാണാറുണ്ട്. എല്ലാ തുറയിൽപ്പെട്ട ആളുകളും ആ TV പ്രോഗ്രാം കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ, അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകൾ ഒക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങര ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രസ്താവന, വിവിധ മതങ്ങൾ എതിർത്ത ഒരു പ്രസ്താവനയുണ്ട്. ഭൂമിയിലൊന്നും ചെയ്യാത്ത ദൈവം സ്വർഗത്തിൽ എന്നാ ചെയ്യാനാണ്? അദ്ദേഹം അതിന് വേറൊരു വാക്കുകൂടെ ഉപയോഗിച്ചു. സഭ്യമല്ലാത്തത് കൊണ്ട് ആ വാക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾ കേട്ടവർ അത് ഓർക്കുന്നുണ്ടാവും. വേറൊരു വാക്കുകൂടെ അദ്ദേഹം ഉപയോഗിച്ചത്, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആകട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, സന്തോഷ് ജോർജ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സംശയം വേണ്ട, ഭൂമിയിലൊന്നും ചെയ്യാത്ത ദൈവം സ്വർഗത്തിൽ എന്നാ ചെയ്യാനാ എന്ന് ഈ വാഴയെ ചേർത്തൊരു കാര്യമാണ് പറഞ്ഞു. അത്രയും പറയാൻ പറ്റൂ. സ്തോത്രം. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ ഉറപ്പാണ് അതൊരു നിരീശ്വരവാദത്തിൻ്റെ ഭാഷയാണ്. നിരീശ്വരവാദത്തിൻ്റെ ഭാഷയാണ്. യാതൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരു സമൂഹമാണ് ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത്. KC ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട് കുളക്കടയിൽ, കൊട്ടാരക്കരയ്ക്കടുത്ത്. അദ്ദേഹം നിരീശ്വരവാദം അത്യാസന്ന നിലയിലെന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിരീശ്വരവാദം അത്യാസന്ന നിലയിലാണ്, യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ യാതൊരുവിധ കാര്യവും തെളിയിക്കാനൊക്കാത്ത അങ്ങനെ ഒരു സംവിധാനമാണ് നിരീശ്വരവാദം. ഞാനതിൻ്റെ ആ ഒരു സവിശേഷത പറയാം. നമുക്കറിയാം, ദൈവവചനത്തിനെതിരെ ഒരു വലിയ പ്രഹരം പോലെ ലോകം ആഘോഷിച്ച ഒന്നാണ് പരിണാമ സിദ്ധാന്തം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓസ്ട്രേലിയയിൽ ഞാൻ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഡാർവിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവുകയുണ്ടായി. ഡാർവിൻ, അവിടെ ഒരു യോഗം നടക്കുന്നത് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിലാണ്. അതിൻ്റെ ഒരു ഹാളിലാണ്. ഞങ്ങൾ യോഗസ്ഥലത്ത് ചെന്നു, പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. ഈ ഹാളിലേക്ക് ഞങ്ങൾ നടന്നു പോകുമ്പോൾ എന്നോട് കൂടെയുള്ള പാസ്റ്റർ എന്നോട് ചോദിച്ചു, ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയോ? ഞാൻ പറഞ്ഞറിയില്ല. ഈ സ്ഥലത്തെക്കുറിച്ച് അറിയോ? ഞാൻ പറഞ്ഞറിയില്ല. പുള്ളിയോട് പറഞ്ഞു, ഇത് ചാൾസ് ഡാർവിൻ്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഈ സ്ഥലം ചാൾസ് ഡാർവിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ഡാർവിൻ എന്ന് വിളിച്ചിരിക്കുന്നത്. എനിക്കൊക്കെ ഒത്തിരി സന്തോഷം തോന്നി. ദൈവത്തിനെതിരെ, ബൈബിളിനെതിരെ പരിണാമ സിദ്ധാന്തം ഈ ലോകത്തിന് നൽകിയ ചാൾസ് ഡാർവിൻ മരിച്ചുപോയി. അയാളുടെ കല്ലറ എവിടെയുണ്ട് കേട്ടോ. പക്ഷേ അയാളുടെ പേരിൽ സ്ഥാപിതമായി യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ ദൈവം ജീവിക്കുന്നുവെന്ന് ഉറക്കെ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞത്, ചാൾസ് ഡാർവിൻ പോയി മറഞ്ഞു, പക്ഷെ ബൈബിളിനൊരു കേടും വന്നിട്ടില്ല. ഏതെങ്കിലും ഒരർത്ഥത്തിൽ ദൈവത്തിനെതിരെ സംസാരിക്കുവാനുള്ള ശ്രമമുണ്ടെങ്കിൽ സുഹൃത്തെ, അത് നിരീശ്വരവാദത്തിൻ്റെ വഴിയാണ്. ബൈബിളിലേക്ക് നോക്ക്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്കുവഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. നോക്കാകാശത്തിലേക്ക്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് വായിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുകയാണ്.
അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തെ കാണുന്ന ഒരുവന് ദൈവമില്ല എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. ഒരു പൊട്ടിത്തെറിയിലൂടെ ഈ പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്ന ബിഗ് ബാങ് തിയറി ഉൾപ്പെടെയുള്ളതെല്ലാം ഇന്ന് ഇവിടെയുണ്ട്. പക്ഷേ ബിഗ് ബാങ് തിയറി എല്ലാം ചെന്നവസാനിക്കുന്നത് നിശ്ചയമായും ദൈവത്തിൽ തന്നെയാണ്. 46,000 കോടി ഡോളർ മുടക്കി നടത്തിയ വലിയൊരു പരീക്ഷണമായിരുന്നു ബിഗ് ബാങ്. നമുക്കെല്ലാവർക്കും അറിയാതെ ബിഗ് ബാങ് തിയറി ഈ ഒരു അടുത്ത ചില കാലഘട്ടങ്ങളിലാണ് അത് സംഭവിച്ചത്. ഈ ഭൂമിയുടെ അടിയിൽ ഒരു വലിയ കുഴിയുണ്ടാക്കി ആ കുഴിക്കകത്തൊരു മഹാവിസ്ഫോടനം നടത്തിക്കൊണ്ട് അവർ പറഞ്ഞു ഈ പ്രപഞ്ചമുളവായതിൻ്റെ പിന്നിൽ ഒരു മഹാശബ്ദമുണ്ട്. സുഹൃത്തെ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ 46,000 കോടി ഡോളർ മുടക്കേണ്ടി വന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അത് മനസ്സിലാക്കാൻ 46,000 കോടി ഡോളറിൻ്റെ ആവശ്യമൊന്നുമില്ല. 60 രൂപയുടെ ഒരു ബൈബിള് മതി. 60 രൂപയുടെ ബൈബിള് വാങ്ങി പഠിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എങ്ങനെ? ഉണ്ടാകട്ടെ എന്ന ഒറ്റ ഉച്ചാരണം കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുവാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് നാം അറിയുന്നു. ഈ സകലത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവ് ഉണ്ട്. സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദത്തിന് നിലനിൽപ്പില്ല. ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിന്റെ പിന്നിൽ സർവശക്തനായ ഉണ്ടാകട്ടെ എന്ന ഒറ്റ ഉച്ചാരണം കൊണ്ട് ഈ മഹാപ്രപഞ്ചത്തെ പടച്ചുണ്ടാക്കിയ പെരുന്തച്ഛനായ ഒരു സൃഷ്ടികർത്താവുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഇരിക്കെ നിരീശ്വരവാദത്തെ മനസ്സിലിട്ട് ലാളിക്കുകയും താലോലിക്കുകയും ചെയ്താൽ സംശയം വേണ്ട, നിരീശ്വരവാദം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഈ നരകത്തിലേക്ക് തന്നെയായിരിക്കും. ഇനിയും ഈ നരകത്തിലേക്കുള്ള വഴിയിൽ സഞ്ചരിക്കുന്നുവെന്ന് എങ്ങനെ മനസ്സിലാക്കാം? പാപ സ്വഭാവത്തിന് അനുസരണമായി ജീവിക്കുന്നു എങ്കിൽ ഉറപ്പാണ് നരകത്തിലേക്കാണ് പോക്ക്. സംശയം വേണ്ട. ശംഭുവും മയക്കുമരുന്നും അടിച്ച് കഞ്ചാവടിച്ച് കിറങ്ങി ഉള്ള കള്ളും വലിച്ചു കുടിച്ച് പിന്നെ ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിന്ന് ഉള്ള വാട്ടീസ് എല്ലാം മേടിച്ച് പിടിപ്പിച്ച് പിന്നെ 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 ഇപ്പൊ പറയുന്ന സകല സംവിധാനങ്ങളിലൂടെയും യാത്ര ചെയ്യുന്ന പാപ സ്വഭാവത്തിന് അനുസാരമായി ജീവിക്കുന്ന സകല മനുഷ്യരും ഈ നാശത്തിന്റെ വഴിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. സത്യമാർഗമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന, യേശുക്രിസ്തുവിന്റെ സത്യവചനത്തെ നിഷേധിക്കുന്ന സകല മനുഷ്യരും ഈ നരകത്തിന്റെ വിശാലമായ നാശത്തിലേക്കുള്ള വഴിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ശ്രദ്ധയില്ലാതെ പാപജീവിതം നയിക്കുന്ന ദുഷ്ടന്മാർ, അത്യാഗ്രഹികൾ, പ്രതികാര വാഞ്ച, ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഈ വിശാലമായ നരകത്തിന്റെ വഴിയിൽ തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളാണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഏത് വഴിയെ സഞ്ചരിക്കണമെന്ന്. എല്ലാവരും കൂടെ പോകുന്ന, എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന നരകത്തിന്റെ വഴിയെ സഞ്ചരിക്കണമോ? അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനിയും ഈ വീതിയുള്ള വഴിയെ, ഈ നാശത്തിലേക്കുള്ള വഴിയെ, അഥവാ ദ ഡോർ ടു ഹെൽ, നരകത്തിലേക്കുള്ള വഴിയെ സഞ്ചരിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണ്? ആവർത്തന പുസ്തകം 11:28 അത് ശാപമാണ് എന്ന് വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 1:6 അത് നാശകരമാണ് എന്ന് വായിക്കുന്നുണ്ട്. സദൃശ്യവാക്യം 14:12 അത് മരണവഴി എന്ന് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4:17 മുതൽ 22 വരെ അത് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോകുന്ന വഴിയാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, എല്ലാവരും പോകുന്ന, എല്ലാവരുമുള്ള, സകല സുഹൃത്തുക്കളുമുള്ള, സകല ബന്ധങ്ങളുമുള്ള വീതിയുള്ള വഴിയെ യാത്ര ചെയ്യണമോ അഥവാ നരകത്തിലേക്ക് യാത്ര ചെയ്യണമോ? നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നരകത്തിൻ്റെ വഴിയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 22, 23, 24, 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ദരിദ്രനായ ലാസർ എന്ന പേരുള്ള ഒരു മനുഷ്യനെയും ഒരു ധനവാനെയും കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദരിദ്രൻ മരിച്ചു. ലൂക്കോസ് 16:22. അവൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. 2 പേരുടെ മരണമാണ് ഇവിടെ പറയുന്നത്. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു.
രണ്ടുപേര് മരിക്കുകയാണ്. ഒന്ന് ഒരു ദരിദ്രനാണ്, പക്ഷേ ദൈവകൃപയുള്ളവനാ, ദൈവാശ്രയമുള്ളവനാ. ദരിദ്രനാണ്, ദൈവകൃപയുള്ളവൻ. ഈ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടെന്ന് അവിടെ എഴുതിയിട്ടില്ല. ലൂക്കോസ് 16:22 നോക്കിയേ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. സത്യത്തിൽ ഇതൊരു സംഭവകഥയാണ്, കെട്ടുകഥയല്ല. മായാവി എന്ന് നമ്മൾ ബാലരമയിൽ വായിക്കത്തില്ലേ, അതുപോലൊരു കെട്ടുകഥയല്ല. മായാവി എന്ന് പറയുമ്പം കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ടെങ്കിലും ഡാക്കിനി, കൂട്ടുസൻ, ലുട്ടാപ്പി, വിക്രമൻ, മുത്തു അല്ലേ, സംഗതി കെട്ടുകഥയാണ്. എൻ്റെ ബിനു പാസ്റ്ററെ 2:30 ആയപ്പോൾ കോട്ടയത്ത് നിന്ന് വണ്ടി വിട്ടതാ. ഇന്ന് പരമാവധി ചവിട്ടി വിട്ടിട്ടും 7:20 ഇവിടെ വന്നു. ലുട്ടാപ്പി ഓടിക്കുന്ന പോലെ വല്ല കുന്തം വല്ല ഉണ്ടായിരുന്നില്ലേ, അതിലങ്ങോട്ട് കയറുക, നേരെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുക. എന്തൊരു എളുപ്പമായിരുന്നു. ഈ 4-4.75 മണിക്കൂർ ഈ വഴി കിടന്ന് കറങ്ങേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങളങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കെട്ടുകഥയാണ് സാധനം. അത് ഈ വായിക്കുന്ന നമ്മുടെ പിള്ളേരല്ലേ. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഈ കെട്ടുകഥ എന്തുവാന്ന് പറയുക. ഈ കൂട്ടുസനും ഡാക്കിനിയും കൂടെ മായാവിയെ പിടിക്കാൻ നടക്കുക. മായാവിയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ഈ പുള്ളി ഇത് വെച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുമ്പോൾ ഇവർ പുറകെ കൂടെ ചെന്ന് വടിയെടുക്കും, മായാവിയെ കുപ്പിക്കകത്ത് കയറ്റും. എന്നിട്ട് ഈ കുപ്പിയും കൊണ്ട് ലുട്ടാപ്പിയുടെ കൂടെ കുന്തത്തലി 3 പുള്ളികളും കൂടെ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഈ കുപ്പി താഴെ വീഴും. താഴെ വീഴുന്ന മാത്രമല്ല, പൊട്ടുകയും ചെയ്യും. അങ്ങനെ മായാവി അങ്ങ് രക്ഷപ്പെട്ടു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കൂട്ടുസം വല്യപ്പന് ഈ പൊട്ടുന്ന കുപ്പിക്ക് വരും വല്ല പ്ലാസ്റ്റിക് കുപ്പി വല്ലോ എടുത്തായിരുന്നെങ്കിൽ ഇത് പൊട്ടാതിരുന്നേനല്ലോ. ഇത് വായിക്കുന്ന പിള്ളേരായതുകൊണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഈ സാധനം ഇങ്ങനെ അല്ല, ഓരോ ലക്കത്തിലും കുപ്പി പൊട്ടുക, മായാവി പുറത്ത് വരിക. അല്ലാതെ ഇതുപോലൊരു കുപ്പി അല്ലെന്നേ. പിള്ളേരാണ് വായിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ചോദ്യമില്ല. എന്നോടൊപ്പം ഉണ്ടെന്ന് എൻ്റെ ചിന്ത. ഇതാണ് ഈ കെട്ടുകഥ എന്ന് പറയുന്നത്. അവസാനിച്ചിരിക്കുക, അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ കാര്യം വരുന്നില്ല. കെട്ടുകഥയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞത് കെട്ടുകഥയല്ല, സംഭവകഥയാ. രാമൻ പറഞ്ഞു. സ്തോത്രം. അപ്പൊ ദരിദ്രൻ മരിച്ചു, ധനവാൻ മരിച്ചു. ഈ ധനവാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ. ധനവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേര് അങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെ പേര് റെജി മാത്യു എന്നാണ്. റെജി മാത്യു. അപ്പം റെജി മാത്യു എന്ന് എനിക്ക് പേരുള്ളതുപോലെ തന്നെ ഇയാൾക്കൊരു പേരുണ്ട്. പക്ഷെ കാശ് കൂടിയപ്പോൾ നാട്ടുകാർ അയാളെ ധനവാൻ എന്ന് വിളിച്ചതാണ്. അതേ പേര് ബൈബിളിൽ ഇട്ടേക്കുക അല്ലേ. നമ്മൾ ചിലരെ മുതലാളി എന്ന് വിളിക്കത്തില്ലയോ? അയാളുടെ പേര് വേറെ എന്തോടെ. മുതൽ കൂടിയപ്പോൾ നാട്ടുകാർ വിളിച്ചു മുതലാളി. അങ്ങനെ ആ പേരങ്ങ് മുതലാളി എന്നായി. സജി മുതലാളി, ജോൺസൺ മുതലാളി അല്ലേ. അപ്പം അങ്ങനെ മുതലാളി, അലി മുതലാളി, അങ്ങനെ എല്ലാം മുതലാളിമാരാണ്. മുതൽ കൂടിയപ്പം മുതലാളി എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതുപോലെ ധനം കൂടിയപ്പോൾ ധനവാൻ എന്ന് വിളിച്ചു. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ധനം കൂടിയപ്പോൾ ധനവാൻ എന്ന് വിളിക്കുകയും അയാൾക്ക് ഈ ഒരു അടക്കം ഉണ്ടായപ്പം ആ കാശിനനുസാരമായിട്ടുള്ള അടക്കമൊക്കെ നടന്നതാണ്. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. പട്ടും ധൂമ്ര വസ്ത്രമായിരുന്നു ഈ പുള്ളി ധരിക്കുന്നത്. സ്വോത്രം. പട്ടും ധൂമ്ര വസ്ത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും പോഷായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം ഇയാൾ മരിച്ചപ്പോൾ അടക്കമൊക്കെ അതുപോലെ കൊടുത്തു. നല്ല അടക്കമായിരുന്നു. പക്ഷെ പുള്ളി കിടക്കുന്നത് എവിടാന്നറിയാമോ? യാതനാ സ്ഥലത്താണ്. യാതന അനുഭവിക്കുന്നു എന്നാ പറയുന്നത്. പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. ഞാൻ അവിടെ ഒരു കാര്യം പറയും. ഇതൊന്ന് പറഞ്ഞു വരുമ്പം തന്നെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്താ നവീനോ എന്താ ഇപ്പോൾ അവിടെ പോയി ഈറ്റാനഗറിൽ പോയി മരിച്ച ഒരു പുള്ളി ഉണ്ടല്ലോ. 2 ഡോക്ടർമാർ, ഒരു ടീച്ചർ, അത് തന്നെ നവീൻ. നവീൻ അന്യഗ്രഹത്തിൽ പോയി ജീവിക്കാൻ പോയി. ആ പുള്ളിയുടെ മരണാനന്തര ജീവിതമല്ല ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത്
അരുണാചലിൽ പോയി അവിടെ പോയി മരിക്കുന്ന കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. മരണാനന്തര ജീവിതം ബൈബിൾ പറയുന്ന വേറൊന്നാണ്, ഇവരീ പറയുന്ന ഒന്നുമല്ല. ഇത് മനുഷ്യനെ കുഴയ്ക്കുന്ന സാധനമാണ്. സ്തോത്രം. പക്ഷെ ബൈബിൾ ഇതൊരു സത്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷ പ്രഭാഷകരോ ബൈബിൾ പഠിപ്പിക്കുന്ന അധ്യാപകരോ അങ്ങനെയൊന്നുമല്ല. നാസ്തികർ പോലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് കേട്ടോണം. 1975 റെയ്മണ്ട് മൂഡി എന്ന് പറയുന്ന ഒരു നാസ്തികൻ, അദ്ദേഹം ഒരു ഡോക്ടറാണ്, അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ ഒരു പേഷ്യൻ്റ് മരിച്ചു എന്ന് അദ്ദേഹം ക്ലിനിക്കലി സർട്ടിഫൈ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചു എന്ന് ഡോക്ടർ റെയ്മണ്ട് മൂഡി പറഞ്ഞ ആൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഞാൻ കെട്ടുകഥ പറയുകയല്ല. നിങ്ങളുടെ കയ്യിൽ ഇൻ്റർനെറ്റ് ഉള്ള ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അതിനകത്ത് ഡോക്ടർ റെയ്മണ്ട് മൂഡി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന വസ്തുത കിട്ടും. ഇനിയും പറ്റുന്നില്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാൻ ഈ പറയുന്ന സംഗതികൾ നിങ്ങൾക്ക് അതിനകത്ത് കൃത്യമായിട്ട് വായിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പം മരിച്ചു എന്ന് അദ്ദേഹം ക്ലിനിക്കലി സർട്ടിഫൈ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പെട്ടെന്ന് ഡോക്ടേഴ്സ് എല്ലാം ഓടിയെത്തിയപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന കാര്യം എന്താണെന്ന് അറിയൂ? സർ, ആ പേടിപ്പിക്കുന്ന ഇടത്തേക്ക് എന്നെ ഇനി വിടരുതെന്ന. പേടിപ്പിക്കുന്ന ഇടത്തേക്ക് എന്നെ ഇനി വിടരുത്. റെയ്മണ്ട് മൂഡി നാസ്തികനാണെങ്കിലും ഈ പറഞ്ഞ മനുഷ്യന്റെ മുഖത്തെ ഭീതി റെയ്മണ്ട് മൂഡി ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ സമാന അനുഭവമുള്ള 567 പേരുകളെ റെയ്മണ്ട് മൂഡി തേടി പിടിച്ചു. അവരുമായിട്ട് നിരന്തരം സമ്പർക്കമുണ്ടായി. ഈ സമ്പർക്കത്തിൻ്റെ പരിണിത ഫലമായി റെയ്മണ്ട് മൂഡി ഒരു കണ്ടെത്തലിലേക്ക് എത്തി. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം റെയ്മണ്ട് മൂഡി പറയുന്നത്, ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുന്നു. ആ പിരിയുന്ന ആത്മാവ് കിടക്കയിൽ കിടക്കുന്ന ശരീരത്തെയും ആ ശരീരത്തിന് ചുറ്റും നിൽക്കുന്ന ഡോക്ടേഴ്സിനെയും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന നഴ്സസിനെയും അലമുറയിടുന്ന ബന്ധുജനങ്ങളെയും കാണുന്നു എന്നാണ്. വാസ്തവത്തിൽ മരണം എന്ന് പറയുന്നത് ശരീരത്തെ വിട്ട് ആത്മാവ് പിരിയുന്നതാണ്. അങ്ങനെ ഒരു പാട്ടുണ്ട്, ഞാൻ പാടുന്നില്ല. ദേഹം എന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിൽ ആഴ്ത്തവേ, അല്ലേ? ഭൂമി എന്നൊരാ കൂട് വിട്ടു ഞാൻ സ്വന്തമാം വീട്ടിൽ ചെല്ലവേ. നല്ല ഗംഭീരമായ പാട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഉത്ഥാനം എന്ന് പറയുന്ന ഒരു 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 മ്യൂസിക് CD-യിൽ ഉദിത് നാരായണൻ പാടിയ പാട്ടാണ് അത്. MG ശ്രീകുമാർ ഭയങ്കര കാര്യമായിട്ട് പാടിയ ഒരു പാട്ടാണ്. നല്ല പാട്ടാണ്, ഒന്ന് കേൾക്കണം കേട്ടോ. അതിൽ പാടുന്നതാ, ദേഹം എന്നൊരാ വസ്ത്രം ഊരി ഞാൻ 6 അടി മണ്ണിൽ ആഴ്ത്തവേ. ശരിക്കും അതാണ്. ശരീരം എന്ന് പറയുന്നത് വസ്ത്രമാണ്. ഏതിൻ്റെ? ആത്മാവിൻ്റെ വസ്ത്രമാണ്. മരണത്താൽ ഈ ആത്മാവ് ശരീരത്തെ വിട്ട് പുറത്തേക്ക് വരിക. അപ്പോൾ റെയ്മണ്ട് മൂഡി പറയുന്നത്, ഇങ്ങനെ പുറത്തു വരുന്ന ആത്മാവ് ഈ ശരീരത്തെയും ചുറ്റും നിൽക്കുന്നവരെയും കാണുന്നു എന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം റെയ്മണ്ട് മൂഡി പറഞ്ഞിരിക്കുന്നത്, ഇതിനനന്തരം തങ്ങളുടെ ജീവിതം മുഴുവൻ മുൻപിലൂടെ കടന്നു പോകുന്നതായി തോന്നുന്നു. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, തങ്ങളുടെ ജീവിതത്തെ മുഴുവൻ വിലയിരുത്താനായിട്ട് അവർക്ക് കഴിയുന്നു. ഒരു വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ പോലെ ജീവിതത്തെ മുഴുവൻ വിലയിരുത്താനായിട്ട് പറ്റുന്നു. ഇത് കഴിഞ്ഞിട്ട് നാലാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഈ വിഷയവുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ സംഭവത്തിനപ്പുറം, ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന കാര്യമാണ്, സംഭവത്തിനപ്പുറം ഒരു ചൂടുള്ള കരം വന്നു പിടിക്കുന്നുവെന്നും ചിലർ ഒരു വലിയ പ്രകാശത്തെ കാണുന്നത് പോലെ ഉയരത്തിലേക്ക് പറക്കുന്നു എന്നും
മറ്റ് ചിലർ ആഴത്തിലേക്കെന്നതുപോലെയോ വലിയ ഇരുട്ടിലേക്കെന്നതുപോലെയോ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായി തോന്നുന്നുവെന്നുമാണ്. അപ്പം മരണത്തിനപ്പുറത്ത് റെയ്മണ്ട് മൂഡിയുടെ അഭിപ്രായം അനുസരിച്ച് രണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ചിലർ മുകളിലേക്ക് പറക്കുന്നു, ചിലർ താഴേക്ക് പറക്കുന്നു. അപ്പൊ ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഇത് റെയ്മണ്ട് മൂഡി മാത്രമല്ലേ പറഞ്ഞത്? അല്ല, വേറെ പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു 8-9 വർഷങ്ങൾക്ക് മുൻപ് മനോരമ പത്രത്തിൽ ഈ വിഷയം വന്നിരുന്നു. തലക്കെട്ട് മരിച്ചു കഴിഞ്ഞും കേൾക്കാം അറിയാമെന്നാണ്. യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. അത് അന്ന് മനോരമ പ്രസിദ്ധീകരിച്ചത് സൗത്താംപ്ടൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ സാം പർണിയയെ ഉദ്ധരിച്ചാണ്. ഇതേ കാര്യമാണ് ഡോക്ടർ സാം പർണിയ പറഞ്ഞത്. നിങ്ങൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ 2 പേരുകളും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാകും. പല സൈറ്റുകളിൽ, ഒന്നിൽ മാത്രമല്ല പല സൈറ്റുകളിൽ. ഡോക്ടർ റെയ്മണ്ട് മൂഡി, ഡോക്ടർ സാം പർണിയ, 2 പേരും ഒരു കാര്യം പറയാം. അതാണ് മനോരമ പ്രസിദ്ധീകരിച്ചത്. അപ്പൊ എൻ്റെ സുഹൃത്തെ, മരണത്തിനപ്പുറത്ത് ഒന്നുകിൽ താഴേക്ക് പോകും, അല്ലെങ്കിൽ മേലോട്ടു പോകും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. സുരേഷ് പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തപ്പോൾ റജി ശാസ്താംകോട്ട എന്നാണ് പറഞ്ഞത്, ഇല്ലേ? ഞാൻ ശാസ്താംകോട്ടക്കാരനും അല്ല, ആ നാടുമായിട്ട് ഒരു ബന്ധമുള്ള ആളുമല്ല. അവിടെ ഞാൻ ഒരു സഭയുടെ പാസ്റ്ററായിരുന്ന സമയത്ത് പ്രസംഗം തുടങ്ങിയതുകൊണ്ട് നാട്ടുകാരെന്നെ വിളിച്ച പേരാണ്. ഞാൻ മിക്കവാറും വേദി പറയാറുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. എന്നാലും അറിയാമെങ്കിലും പിന്നെ ആ ഒരു ഓർമ്മയിലങ്ങ് പറഞ്ഞു പോകും. ഞാൻ അത് പറഞ്ഞത്, ഞാൻ ജനിച്ചത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ സീതത്തോടെന്ന് പറയുന്ന സ്ഥലത്താണ്. അത് പറയാനാണ് ജനിച്ചത് അവിടെ. ഓക്കെ. അപ്പോൾ സീതത്തോടെന്ന് പറയുന്ന സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തതല്ല ജനിക്കാൻ. സുരേഷ് പാസ്റ്റർ എവിടെ ജനിച്ചേ? കോവിലൂർ. കോവിലൂർ ജനിക്കാൻ വേണ്ടി പ്രത്യേകം കർത്താവിനോട് റെക്കമെൻഡ് ചെയ്തുവല്ലോ, ആണോ? അച്ഛൻ ഇവിടാണോ ജനിച്ചത്? പാലായി ജനിക്കാൻ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അങ്ങനെ ഞാൻ മാത്രമല്ല, നമ്മളാരും ജനിച്ച സ്ഥലം തെരഞ്ഞെടുത്തിട്ട് ജനിച്ചവരല്ല. ആണോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊന്ന് കാണണം. ജനിച്ച സ്ഥലം നമ്മൾ തെരഞ്ഞെടുത്തിട്ടില്ല. ഞാൻ അല്പം കൂടെ കാര്യമായിട്ട് പറയാം, ജനിപ്പിച്ചവരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടില്ല. എൻ്റെ അപ്പൻ്റെ പേര് ജോൺ മാത്യു എന്നാണ്. ഞാൻ തെരഞ്ഞെടുത്തല്ല, ഞാൻ ആ വീട്ടിൽ ജനിച്ചു പോയതാണ്. സത്യമായിട്ട് എൻ്റെ ബിനി പാസ്റ്ററെ, എനിക്ക് ജനിച്ച സ്ഥലവും ജനിപ്പിച്ചവരും തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വല്ല കാലിഫോർണിയയിലെങ്ങാനും പോയി ജനിച്ചേനെ. ഉറപ്പാണേ. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാർ ജീവിക്കുന്നത് കാലിഫോർണിയയിലാണ്. ഉറപ്പായിട്ട് ഞാൻ അവിടെ കാണാൻ പോയേനെ. പിന്നെ പറ്റുമായിരുന്നെങ്കിൽ വല്ല ബക്കിംഗ്ഹാം പാലസോ, ഇനി ഒന്നും നടന്നില്ലല്ലോ അംബാനിയുടെ വീട്ടിലെങ്കിലും ജനിച്ചേനെ. നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലയോ? നമ്മുടെ അപ്പൻ സൈക്കിൾ മേടിച്ച് തരാതിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പയ്യൻ സൈക്കിൾ ഓടിച്ചോണ്ട് നടക്കുക. അപ്പം നമ്മൾ ചിന്തിക്കുക, ഈ വീട്ടിലെങ്ങാനും അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് കൈയൊന്ന് കാണണം. അവിടെ പുറകിലൊക്കെ നമ്മളെല്ലാം ഇത് പറഞ്ഞിട്ടുള്ള പുള്ളികളാണ്. എൻ്റെ ദൈവമേ, ആ വീട്ടിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതിനകത്തും അതൃപ്തിയുണ്ട്. പക്ഷെ നമ്മൾ തെരഞ്ഞെടുക്കാത്ത വീട്ടിൽ, നമ്മൾ തെരഞ്ഞെടുക്കാത്ത അപ്പനും അമ്മയ്ക്കും നമ്മൾ ജനിച്ചു, സത്യം. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണാനന്തര ജീവിതം നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ മരണസമയം നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, അത് സത്യ. പക്ഷെ മരണാനന്തര ജീവിതം നമുക്ക് തെരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഒരു പഴയ പാട്ടുണ്ട്, ഈ മരണത്തിൻ്റെ ആകസ്മികതയെ പറയുന്ന ഒരു പഴയ പാട്ടാണ്. ഒന്ന് പാടിയേക്കാന്ന് എനിക്ക് തോന്നുന്നത്. പഴയ പാട്ടാണ്. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നത് ഓർക്കായെങ്കിൽ എന്ത് കഷ്ടമേ, കള്ളം പറയുമ്പോഴോ വള്ളത്തിൽ യാത്രയിലോ കള്ളക്കേസിന് പോയി കച്ചേരി തിണ്ണയിലോ
എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിൽ എന്തു കഷ്ടമേ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളി പോകും നേരത്തോ കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലും. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലും. കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലും. കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലും. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ. കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. അയ്യോ നമുക്കറിയത്തില്ല. പള്ളിയിൽ ആരാധനയിൽ വെച്ച് മരിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. പ്രാർത്ഥന കഴിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പുള്ളി പറഞ്ഞു. ജനമെല്ലാം ആമേൻ പറഞ്ഞു. പക്ഷേ അച്ചാൻ ആമേൻ പറഞ്ഞില്ല. പുറമോട്ട് വീണ് മരിച്ചു. പള്ളിയിൽ വെച്ച് മരിക്കാം, വഴിയാത്രയിൽ വെച്ച് മരിക്കാം. ഞങ്ങളുടെ ചർച്ചിൽ തന്നെയുള്ള ഒരു അച്ചായൻ വീട്ടിൽ നിന്ന് വെറുതെ റോഡിലൂടെ നടന്നു പോയത്, അവിടെ വീണു, അവിടെ കിടന്ന് മരിച്ചു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. എവിടെ വെച്ച് വേണേലും മരണം നടക്കാം. സമയം നിശ്ചയമല്ല. ഇനി പാടുന്നില്ല. എനിക്കിങ്ങനെ ഈ മൂടായാൽ പിന്നെ ഇങ്ങനെ പാട്ട് വന്നുകൊണ്ടേയിരിക്കും. ഈ ടോപ്പിക് അനുസരിച്ച് പാട്ട് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇച്ചിരി ഒരു നല്ല സപ്പോർട്ടീവായിട്ടുള്ള കൊയറൂടൊക്കെ ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാവും. ഞാനിവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് ഒന്നാമത്തെ കാര്യം, ഈ പ്രസംഗിക്കാൻ വരുന്ന ഉപദേശിച്ച് പാടുമ്പോൾ കീബോർഡ് മതിയെന്നാണ് പൊതുവേ പലരുടെയും ചിന്ത. അത് മതി. സത്യത്തിൽ അങ്ങനല്ല. എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് മീറ്റിംഗ് വിജയിക്കുന്നത്. സംഘാടകർ ചിന്തിച്ചാൽ മീറ്റിംഗ് വിജയിക്കത്തില്ല. ഇതിന് പല ഘടകങ്ങളുണ്ട്. കൊയറ്, സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് ഈ മോണിറ്റർ തരുന്ന ഭയങ്കര പിശുക്ക. അവർ ചിന്തിക്കുന്നത് അവരുടെ ബാങ്കിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ ചോദിക്കുന്ന പോലെയാണ്. പ്രസംഗം എഴുന്നേറ്റ് നിന്ന് മോണിറ്റർ തരത്തില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലയോ? നല്ല ഒരു സൗണ്ടുകാരനൊന്ന് ഉടക്കിയാൽ മതി ഒരു പ്രോഗ്രാം കുളമായി പോയാൽ. പാട്ടുകാരൻ്റെ തൊണ്ടയും പോയി, വായിക്കുന്നവൻ്റെ മൂടും പോയി, ആകപ്പാടെ വഴക്കമായി അല്ലേ? അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലയോ? ഉണ്ട്. സ്വതന്ത്രം. അപ്പം ഒരു യോഗത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ചേരുമ്പോഴാണ്. മിക്സറിൻ്റെ മുന്നിലിരിക്കുന്ന ആൾ തൊട്ട് സ്റ്റേജിലിരിക്കുന്ന ആൾ വരെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു മീറ്റിംഗ് വിജയിക്കുന്നത്. ഇവിടെ ഇന്ന് അതെല്ലാം ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആവശ്യത്തിന് സൗണ്ട്, മോണിറ്റർ, കീബോർഡ്, ഇൻസ്ട്രുമെൻ്റ്, സ്റ്റേജ് എല്ലാം സെറ്റാണ്. ഒരാമയും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, എപ്പോഴാണ് മരണം വരുന്നതെന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. സ്വതന്ത്രം. ഈ വേറൊരു പാട്ടുണ്ട്, അതങ്ങ് പറഞ്ഞു പോകാം. ആ പാട്ട് പറയുന്നത്, പതിനായിരം നിലകൾ കെട്ടിപ്പടുത്താലും അതിനുള്ളിൽ മൃത്യു കടന്നു ചെല്ലും അല്ലേ? വണ്ണം പെരുത്താലും മണ്ണിനിരയാകും, കണ്ണിന്റെ ഭംഗിയോ മായമായ. കൊട്ടാരമായാലും വിട്ടേ മതിയാകും, കോട്ടയ്ക്കകത്തുള്ളിൽ മൃത്യു ചെല്ലും. അപ്പോൾ ഒരാൾ മരിക്കാതിരിക്കാൻ വേണ്ടി 10,000 നില ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കയറി ഇരിക്കാമെന്ന് വെച്ചാൽ നടക്കുകയില്ല. മരണം വന്ന് വിളിക്കുമ്പോൾ പോയേ പറ്റൂ. സത്യ. അപ്പം മരണത്തിൻ്റെ സമയം നമുക്ക് നിശ്ചയില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് പറഞ്ഞ രംഗബോധമില്ലാത്ത കോമാളി. എപ്പോൾ വേണമെങ്കിലും കോമാളിത്തരം കാണിക്കും, രംഗബോധമില്ല.
അപ്പം ഇതുപോലെയാണ് മരണം. കഴിഞ്ഞ ദിവസം വളരെ പ്രയാസകരമായ ഒരു സംഭവം, മരണം നടന്നില്ല, ഞാൻ പറഞ്ഞത് ഒരു വീടിൻ്റെ ഡെഡിക്കേഷൻ, വൈകിട്ട് വീടിൻ്റെ ഡെഡിക്കേഷനാണ്. വളരെ താഴ്ന്ന നിലയിൽ നിന്ന് പഠിച്ച് PhD ഒക്കെ എടുത്ത് ഇവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലിയൊക്കെ വാങ്ങി വില്ലേജ് ഓഫീസറായി. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മാത്രം അധ്വാനം കൊണ്ടാണ് പഠിച്ച് വളർന്നത്. ഫിസിക്കലി അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സ്വന്തമായി പഠിച്ച് കാശുണ്ടാക്കി സർജറി ചെയ്ത് വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു വീട് പണിതതാണ്. വീടിൻ്റെ ഡെഡിക്കേഷൻ്റെ അന്ന് ഉച്ചയായപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ചില സാധനങ്ങൾ മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. വേറൊരു ബൈക്കുകാരൻ വന്നു, ഈ ബൈക്കിൽ തട്ടി. ഹെൽമെറ്റ് തലയിലുണ്ടായിരുന്നു, തലയിൽ നിന്ന് ഹെൽമെറ്റ് തെറിച്ചു പോയി, തലയോട്ടി പൊട്ടിപ്പോയി, കോമയിലാണ്. ഇതാ ഞാൻ പറഞ്ഞ രംഗബോധമില്ലാത്ത കോമാളി. എപ്പോൾ വേണമെങ്കിലും കയറി വരാൻ പ്രിയരെ. ഞാൻ പറഞ്ഞത് ഇതിൽ നമ്മളെല്ലാവരും ഒരുപോലെ ഉള്ളൂ. മരണത്തിന്റെ മുൻപിൽ സകല മനുഷ്യരും ഒരുപോലെ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ബൈബിൾ പറയുന്നുണ്ട് ദീർഘായുസ് ഇച്ഛിക്കാൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദീർഘായുസ് ഇച്ഛിക്കുക. നമ്മൾ ദീർഘായുസ് ആഗ്രഹിക്കണം. പക്ഷേ എത്ര പേർക്ക് കിട്ടുമെന്നറിയത്തില്ല. നമുക്കത് ആഗ്രഹിക്കാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, മരണമുണ്ടെന്നുള്ളത് സത്യമാണ്. എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ജനിച്ച സ്ഥലവും ജനിപ്പിച്ചവരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടില്ല. പക്ഷേ സുഹൃത്തെ, മരണാനന്തര ജീവിതം നിനക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. സ്വതന്ത്രം. താഴോട്ട് പോകണോ മുകളിലോട്ട് പോകണോ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും. ഈ ഒരു പഴയ പാട്ടുണ്ട്, പാടുന്നില്ലത്. തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, ഇന്നാണ് രക്ഷാദിനം. അങ്ങനെ ഒരു പാട്ടില്ലേ? തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, ഇന്നാണു രക്ഷാദിനം. തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നാശത്തിലേക്ക് പോകണോ ജീവനിലേക്ക് പോകണോ തെരഞ്ഞെടുക്കാം. വിശാലമായ വഴിയെ പോകണോ ഇടുക്കമുള്ള വഴിയെ പോകണോ തെരഞ്ഞെടുക്കാം. ഇതുപോലെ തന്നെയാണ് മരണത്തിനപ്പുറത്ത് നിങ്ങൾ ഒന്നുകിൽ താഴേക്ക് പോകും അല്ലെങ്കിൽ മുകളിലേക്ക് പോകും. ധനവാൻ മരിച്ചു, ധനവാൻ താഴേക്കാണ് പോയത്. യാതന അനുഭവിക്കുന്നു എന്നും വേദന അനുഭവിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ഇപ്പൊ പാസ്റ്ററെ, താഴോട്ട് പോകാൻ എന്നാ ചെയ്യുന്നത്? ഒന്നും ചെയ്യണ്ട, ഇപ്പൊ പോകുന്ന പോലെ പോയാൽ മതി. മരണം ഉണ്ടെങ്കിൽ നേരെ താഴോട്ട് പൊക്കോളൂ. പക്ഷെ മുകളിലോട്ട് പോകണമെങ്കിൽ, ആമേൻ, മുകളിലോട്ട് പോകണമെങ്കിൽ പാപത്തിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞേ പറ്റൂ. ആ മദ്യപാനം, ആ പാപ സ്വഭാവം, ആ സകല പ്രകൃതങ്ങളും അവസാനിപ്പിച്ചേ പറ്റൂ. സ്വതന്ത്രം. അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ അവരുടെ യാത്ര താഴോട്ടല്ല മേലോട്ടാ. വചനത്തിൽ അത് പറയുന്നുണ്ട്. ബുദ്ധിമാന്റെ യാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളം അവൻ ഒഴിഞ്ഞു പോകും. താഴോട്ട് പോയാൽ ഓർത്തോണം, പാതാളത്തിലേക്കാ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാസ്തികനായ റൈമണ്ട് മൂഡി അത് പറഞ്ഞിരിക്കുകയാണ്. എന്നെ പോലെ ഒരു സുവിശേഷ പ്രഭാഷകനല്ല നാസ്തികൻ. ബൈബിൾ തെറ്റാണെന്ന് പറയാൻ ശ്രമിക്കുന്നവൻ പറഞ്ഞിരിക്കുകയാണ്, ഒന്നുകിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്. പക്ഷെ ബൈബിളിൽ നിന്ന് അതിന് ഉത്തരം കണ്ടെത്തുകയാണ്. താഴോട്ട് പോകുന്നവൻ പാതാളത്തിലേക്കാണ് പോകുന്നത്. പോയാൽ അത് വേദനയാണ്, അത് യാതനയാണ്. പക്ഷേ മുകളിലോട്ട് പോകുന്നവൻ ജീവന്റെ പ്രകാശത്തിലേക്കാണ് പോകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അവിടെ ദരിദ്രനായ ലാസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന്. മരിച്ചപ്പോൾ ദൂതന്മാർ കൊണ്ടുപോയി. ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുമ്പോൾ മനുഷ്യരാരും നമ്മുടെ കൂടെ വരത്തില്ല. ഈ മനുസ്മൃതിക്കകത്തൊരു ഒരു 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 ഭാഗമുണ്ട്. അർത്ഥാഗ്രഹേ നിവർത്തന്തി ശ്മശാനോ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ശൈവ ഗശ്ചന്തമനുഗശ്ചതി. അർത്ഥം ഇതാണ്: ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പുത്രന്മാരും പുത്രിമാരും ഐശ്വര്യവും സമ്പത്തും ധാരാളമായി ഉണ്ടായാലും എല്ലാം കുഴിമാടം വരെ മാത്രമേ ഉള്ളൂ. ശേഷം അവൻ തൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സുഹൃത്തുക്കളും ദുഷ്കൃതങ്ങളും മാത്രമായിരിക്കും നമ്മെ പിന്തുടരുന്നത്. എല്ലാ ബന്ധങ്ങളും കുഴിമാടം വരെ ഉള്ളൂ. ഭാര്യ കുഴിമാടം വരെ, ഭർത്താവ് കുഴിമാടം വരെ, മോൻ കുഴിമാടം വരെ, മോള് കുഴിമാടം വരെ, സമ്പത്ത് കുഴിമാടം വരെ. ഈ ചിലരെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോകല്ലേ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാ ഇവിടെ വെച്ചേക്കാമെന്നൊന്ന് പറഞ്ഞു നോക്കി. എന്നാ ഇവിടെ ഇരുന്നോട്ടെ എന്നൊന്ന് പറഞ്ഞു നോക്കി.
പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത്. ബന്ധങ്ങളെല്ലാം കുഴിമാടം വരെയുള്ളൂ. മരണത്തിനപ്പുറത്ത് ഒരുവനെ എതിരേൽക്കുന്നത് ദൂതന്മാരാണ്. റെയ്മണ്ട് മൂഡി പറയുന്നത് ചൂടുള്ള ഒരു കരം വന്ന് പിടിക്കുന്നതാണ്. ചൂടുള്ള ഒരു കരം വന്ന് പിടിക്കുന്നു. ഞാനത് പറയുമ്പം ഇതിനെ സംബന്ധമായി ഒരു പുസ്തകം മലയാളത്തിലുണ്ട് കേട്ടോ. അതിന്ന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ല. 97 എഴുതിയ പുസ്തകമാണ്. ആ എഴുത്തുകാരൻ്റെ പേര് TS ബാലൻ എന്നാണ്. മരിച്ചവർ എവിടെ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആരുടെയും കയ്യിലുണ്ടോ? കയ്യിലുണ്ട്. മരിച്ചവർ എവിടെ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ആരുടെയും കയ്യിൽ വാങ്ങാൻ വാങ്ങിക്കും. അതിൻ്റെ 104 പേജ് മുതൽ 129 പേജ് വരെ ഡോക്ടർ റെയ്മണ്ട് മൂഡിയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പല 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 അനുഭവങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആ കാര്യം എഴുതി വച്ചിട്ടുണ്ട്. മരിച്ചവരെവിടെ. അതിൻ്റെ PDF കോപ്പി നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മരിച്ചവർ എവിടെ, പാസ്റ്റർ TS ബാലൻ. പ്രത്യേകിച്ച് ഗുഡ് ന്യൂസിൻ്റെ സൈറ്റിൽ അത് കിടപ്പുണ്ട്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത്, റെയ്മണ്ട് മൂഡി ഉൾപ്പെടെ പറയുകയാണ്, ഒന്നുകിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട്. ചൂടുള്ള ഒരു കരമാണ് പിടിക്കുന്നത്. ഞാൻ ആ കരത്തിനെ ബൈബിളിൻ്റെ ഭാഷ്യത്തിൽ ദൂതനെന്ന് വിളിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അവനവൻ്റെ പ്രവൃത്തി അനുസരിച്ച് ഒന്നുകിൽ താഴോട്ട് പോകും അല്ലെങ്കിൽ മുകളിലോട്ട് പോകും. ഈ നമ്മൾ മരിക്കുമ്പോൾ ദൂതന്മാർ നമ്മളെ എതിരേൽക്കാൻ വരുമെന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം പാടിയിട്ടുണ്ട്, ഇല്ലേ? ഇതൊരു പരസ്യവേദിയാണല്ലോ, എനിക്കങ്ങ് പാടാമെന്നാണ് തോന്നുന്നത്. എന്നെ എതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു. എന്നെ എതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു. ഒത്തിരി പാടിയാൽ ചിലർക്ക് പേടിയുണ്ടാവും. പക്ഷേ സംഗതി സത്യമാണ്. നമ്മൾ മരിച്ചാൽ നമ്മളെ എതിരേൽപ്പാൻ ദൈവദൂതന്മാർ വരുന്നു. ആ പാട്ട് മാത്രമല്ല കേട്ടോ, ദൂതന്മാർ നമ്മളെ കൊണ്ടുവരുവാൻ വരുന്നുവെന്ന് പറയുന്ന വേറെ പല പാട്ടുകളും. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയാൽ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. നമ്മളതിൻ്റെ രണ്ടിനെയും പാടുവേ. ഞാനതിന് എഴുതാനുണ്ടായ സാഹചര്യം പറയാം. 1971 ഈ പാട്ട് എഴുതുന്നത്. ഈ പാട്ട് എഴുതുമ്പം കായംകുളത്തുള്ള ഒരു ദൈവവൈതല്, ഒരു അച്ചായൻ മരിക്കാറായി ഇങ്ങനെ കട്ടിലേ കിടക്കുക. അച്ചായൻ്റെ അനിയൻ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വാളകം എന്ന് പറയുന്ന സ്ഥലത്ത് TPM പാസ്റ്ററാണ്. അപ്പം അന്ന് 71 വലിയ ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടം. കായംകുളത്തു നിന്ന് ആരോ ഒരു ഫോൺ ചെയ്തു. അന്ന് കൊട്ടാരക്കര TPM ഫെയ്ത്ത് ഹോമിലൊക്കെയാണ് ഫോൺ ഉള്ളത്. അവിടെ ഫോൺ വന്നു. ഈ വാർത്ത അറിഞ്ഞു, അച്ഛൻ ഇങ്ങനെ മരിക്കാറായി കിടക്കുകയാണ്. അപ്പോൾ ഒരാൾ കൊട്ടാരക്കരയിൽ നിന്ന് സൈക്കിൾ ചവിട്ടി വാളകത്ത് എന്നിട്ട് ഈ പാസ്റ്ററോട് പറഞ്ഞു, ചേട്ടൻ മരിക്കാറായി കിടക്കുക. അപ്പോൾ അങ്ങനെ കിട്ടിയ വണ്ടിക്കൊക്കെ കയറി അദ്ദേഹം കായംകുളത്ത് എന്നപ്പം വീതിയുള്ള കട്ടിലിൻ്റെ ഓരം ചേർന്ന് ഈ അച്ചായൻ കിടക്കുക, മരിക്കാറായ അച്ചായൻ. അപ്പോൾ ഈ TPM പാസ്റ്റർ ഈ അച്ചായനോട് പറഞ്ഞു, അച്ചായ ഞാൻ ഈ സൈഡിൽ നിന്ന് നടുക്കോട്ടൊന്ന് മാറ്റി കിടത്തട്ടെ, മറിയോ എങ്ങാനും ചെയ്താൽ താഴെ വീണു പോത്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഈ മരിക്കാറായ അച്ചായൻ ഈ TPM പാസ്റ്ററോട് ചോദിക്കുക, എടാ കുഞ്ഞുഞ്ഞേ, നീ ഒരു ശുശ്രൂഷകനായിട്ട് നിനക്ക് കാണാമേലേ? എന്നെ എതിരേൽക്കുവാൻ വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ വരുന്നത് നീ കണ്ടോ? അവർ വന്നാൽ അവർക്ക് ഇരിക്കാൻ ഈ വീട്ടിൽ ഈ കട്ടിലല്ലാതെ വേറൊരു സ്ഥലമില്ല, അവരിവിടെ ഇരിക്കട്ടെ. ഇത് പറഞ്ഞപ്പോഴാണ് ഈ TPM പാസ്റ്റർ പെട്ടെന്ന് അവിടെ നിന്ന് പാടിപ്പോയൊരു പാട്ടാണ്. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ.
ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഭൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഈ മിഡി കീബോർഡൊക്കെ വെച്ച് വായിക്കുന്നതിനേക്കാൾ ഭംഗിയായി ഈ സമയത്ത് ദൂതന്മാർ വീണം ഇട്ടു എന്ന് ഭക്തന്മാർ പാടിയിട്ടുണ്ട്. മൈനർ സ്വതന്ത്രം അങ്ങനെ പാടിയിട്ടുണ്ട്. വൈണികന്മാരുടെ ഇമ്പനാദം കേൾക്കുന്നു ഞാൻ അക്കരെ, കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു, കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ഹല്ലേലൂയ ഗീതം കേൾക്കുന്നു. യോർദാനക്കരെ കാണുന്നേ വാഗ്ദത്ത ദേശം ശോഭയാൽ, യോർദാനക്കരെ കാണുന്നേ വാഗ്ദത്ത ദേശം ശോഭയാൽ, ശോഭയാൽ ശോഭയാൽ വാഗ്ദത്ത ദേശം ശോഭയാൽ, ഓ ശോഭയാൽ ശോഭയാൽ വാഗ്ദത്ത ദേശം. ഈ ബേസ് ഒക്കെ വെച്ച് വായിക്കുന്നതിനേക്കാൾ ഈ മിഡി കീബോർഡും PS600 ഒക്കെ വെച്ച് വായിക്കുന്നതിനേക്കാൾ ഭംഗിയായി സ്വർഗത്തിലെ DX7 ഒക്കെ വായിക്കുന്നതിനേക്കാൾ ഭംഗിയായി സ്വർഗത്തിലെ സംഗീതജ്ഞന്മാർ, വൈണികന്മാർ. ഞാൻ പറയാം, ടൈമിംഗ് ഉണ്ടായത് സ്വർഗത്തിലാണ്, താളം ഉണ്ടായത് സ്വർഗത്തിലാണ്, സംഗീതം ഉണ്ടായതും സ്വർഗത്തിലാണ്. ലൂസിഫറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ചിറക് വിടർത്തുമ്പോൾ സപ്തസ്വരങ്ങളാണ് പുറപ്പെടുന്നത്. നമ്മൾ ഈ യെശയ്യാവ് സ്വർഗത്തിലെ ആരാധന കാണുന്നുണ്ടല്ലോ. 6 ചിറകുകളുള്ള സറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് ഒരുത്തൻ സൈന്യങ്ങളുടെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ചുമ്മാ പറഞ്ഞതാണ്. സ്വർഗീയ സംഗീതമാണത്. പലയിടങ്ങളിൽ നമ്മൾ ആ സംഗീതത്തെക്കുറിച്ച് അവരൊരു പുതിയ പാട്ട് പാടുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പുതിയ പാട്ട്, സ്വർഗത്തിലൊരു പുതിയ പാട്ട്. സ്വതന്ത്രം. ഞാനിവിടെ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ പാടുന്ന ഒത്തിരി പാട്ടുകൾ സ്വർഗത്തിൽ പാടേണ്ടി വരത്തില്ല. പല പാട്ടുകൾ ഇവിടത്തേക്കുള്ളതാണ്. നമ്മൾ പാടുന്ന പല പാട്ടുകൾ ഇവിടത്തേക്കുള്ളതാണ്. പക്ഷേ നമ്മൾ സ്വർഗത്തിൽ ചെന്നും പാടുന്ന ചില പാട്ടുകളുണ്ട്. നമ്മൾ വായിക്കുന്നില്ലേ, രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്നൊരു പുതിയ പാട്ട് അവർ പാടുക. അപ്പൊ സ്വർഗത്തിലും ആ പാട്ട് തുടരുന്നുണ്ട്. അതെ, രക്ഷയെക്കുറിച്ച്, കുരിശിനെ കുറിച്ച്, കാൽവറിയെ കുറിച്ചുള്ള പാട്ട് സ്വർഗത്തിലും തുടരുന്നുണ്ട്. രാമൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്വർഗത്തിലും പാട്ടുണ്ട്, വൈണികന്മാരുണ്ട്. ഒരു പക്ഷെങ്കിൽ ശുദ്ധ സംഗീതം സ്വർഗത്തിലാണ്. രാമൻ പറഞ്ഞു. അപ്പം നമ്മളെ ദൂതന്മാർ എതിരേൽക്കുന്നു എന്ന് മാത്രമല്ല, വീണ മീട്ടിക്കൊണ്ടാണ് ദൂതന്മാർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അതിലൊരു ഞാനത് പറഞ്ഞു വരുമ്പം ഒരു ചെറിയൊരു ഒരു പാട്ടിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം അതിനകത്തുണ്ട്. അല്പം ഇങ്ങനെ വിവാദമായൊരു പാട്ടുണ്ട്. സ്തോത്രം. അല്ലല്ല, അടവിത്തരുക്കളല്ല, അല്ല 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 ഈ സ്വാഗത സംഘം എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ. ദേവസുത സന്തതികളെ വിശുദ്ധരെ. ആ പാട്ടിനകത്ത് ചില വരികളൊക്കെ വിവാദങ്ങളായിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഈ കാര്യത്തിൽ ഒരു വിവാദവും വേണ്ട. ആ പാട്ട് വേണേൽ വിവാദമാക്കിക്കോ, അതിലുള്ള വാക്കുകൾ വിവാദമാക്കിക്കോ. പക്ഷേ
ദൂതന്മാർ നമ്മളെ എതിരേൽക്കാൻ വരുമെന്ന് പഴയകാല ഭക്തന്മാർ പാടിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അത് കാവ്യഭാവനയാണോ അത് കണ്ടുപാടിയതാണോ അറിയില്ല. പക്ഷേ സ്വർഗീയ സംഗീതം അതിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെ നമ്മൾ പാടുന്നുണ്ട്. ഒരാമേൻ പറഞ്ഞു. അപ്പം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ലാസറിനെ ദൂതൻ കൊണ്ടുപോയെന്നാണ്. ദൂതൻ കൊണ്ടുപോയി. വീതിയുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഉറപ്പ താഴേക്കാണ് സഞ്ചാരം. കേട്ടോ, പാപത്തിലൂടെയാണ് യാത്രയെങ്കിൽ താഴേക്കാണ് സഞ്ചാരം. ക്രിസ്തു നിഷേധത്തിലൂടെയാണെങ്കിൽ താഴേക്കാണ് സഞ്ചാരം. പക്ഷേ ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുക എന്ന് വെച്ചാൽ ഉറപ്പാ അങ്ങനെയുള്ളവർ മുകളിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ട് ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്. കർത്താവ് പറഞ്ഞത് ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവീൻ എന്നാണ്. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവീൻ. അവിടെ ഇടുക്കുവാതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വേറെ ഭാണ്ഡങ്ങളൊന്നും നമുക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. ഇടുക്കുവാതിലൂടെ പോകുമ്പോൾ തനിച്ചങ്ങ് കയറാനേ പറ്റത്തുള്ളൂ. എന്താണ് പാസ്റ്ററെ ഭാണ്ഡം? പാപം, ഞാനെന്ന ഭാവം, സ്വാർത്ഥത, ദൈവങ്ങളല്ലാത്തവയുടെ പിന്നാലെയുള്ള സഞ്ചാരം, ഇതെല്ലാം വലിയ ഭാണ്ഡങ്ങളാണ്. ഈ ഭാണ്ഡങ്ങളുമായി നമുക്ക് ഇടുക്കുവാതിലൂടെയും ആ ഞെരുക്കമുള്ള വഴിയിലൂടെയും സഞ്ചരിക്കാൻ പറ്റില്ല. പാടുന്നില്ല, പറയാം. നമ്മൾ പാടാറില്ലേ, ഭാരങ്ങൾ കൂടുന്നതിനാൽ ഒന്നും വേണ്ട യാത്രയിൽ, അല്പം അപ്പം വിശപ്പിന്, സ്വല്പം വെള്ളം ദാഹിക്കൽ. ഭാരം വേണ്ട യാത്രയിൽ, പാപത്തിൻ്റെ ഭാരം. എബ്രായ ലേഖനം 12:1 അത് വായിക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹലോ, തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, മക്കളറിയാതെ, സഭയറിയാതെ ചുമന്നുകൊണ്ട് നടക്കുന്ന പാപത്തിന്റെ ബാണ്ഡക്കെട്ടുകളെ ഇന്ന് രാത്രി ദൈവ മുമ്പാകെ സറണ്ടർ ചെയ്യണം. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഇനി പോരാടണം. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞു, എന്നാ പറ പോരാടണം. ഈ ഇടുക്കുവാതിലിലൂടെ കയറി ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പോരാട്ടത്തിന്റെ ആവശ്യമുണ്ട് കേട്ടോ. പോരാടുക. ഈ പോരാടുക എന്ന് പറയുമ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന യവനായ പദം ഇച്ചിരി കട്ടിയുള്ളത് അഗോനിഡ്സോമായി എന്ന് പറയുന്നത്. അഗോനിഡ്സോമായി ശരിക്കും ഒരു മത്സരത്തിൽ നിൽക്കുന്ന ഒരാൾ ആ മത്സരത്തിന്റെ ജയാളിയാകാൻ എടുക്കുന്ന എഫർട്ട് ഉണ്ടല്ലോ, അതുപോലെ. അത് വാസ്തവത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 9:26 നമ്മൾ വായിക്കുന്നുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ. എല്ലാവരും ഓടാനായിട്ട് നിൽക്കുകയാണ്, പക്ഷെ ഒരുത്തനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ. എന്നിട്ട് പറയുക, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ഓടാൻ നിൽക്കുകയാണ് നമ്മൾ. ഇടുക്കുവാതിലൂടെ കയറി ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ ഓടാൻ നിൽക്കുക. ഹല്ലേലൂയ. ഓടുന്നവരുടെ എല്ലാം ലക്ഷ്യം പ്രാപിക്കുക എന്ന് തന്നെയാണ്, പൂർത്തീകരണത്തിലെത്തണം. ഒരാമേൻ പറഞ്ഞു. ഹല്ലേലൂയ. പോരാടിയേ പറ്റൂ സഹോദരങ്ങളെ, അധ്വാനിച്ചേ പറ്റൂ. ചിലരെങ്കിലും ഈ ഓട്ടം ഈസി ആയിട്ട് ഓടാമെന്ന് ചിന്തിച്ച് ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ദയനീയമായി പരാജയപ്പെട്ടു. ഓട്ടം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഈ ഓട്ടത്തിൽ ഓടാൻ ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം, പരാജയപ്പെട്ടു പോയവർ പലരും നമ്മളെക്കാൾ മോശക്കാരൊന്നും ആയിരുന്നില്ല. നമ്മളെക്കാൾ ഭയങ്കര ഭക്തന്മാരൊക്കെ ഓടി, പക്ഷെ വീണ് തകർന്നു പോയി പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങെട്ടി
ഭീകരം വീരഭൂമാൻവേളിൽ വീണവരിൽ കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം വീരഭൂമാൻവേളിൽ വീണവരിൽ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം സ്തുത്യർഹമേ തവ നാമം. ഒത്തിരി പേര് തകർന്നു പോയൊരു പോർക്കളമായി ഇത് കേട്ടോ. നമ്മളെക്കാൾ ശക്തന്മാരും ഭക്തന്മാരും വീണുപോയ പോർക്കളം. ഇപ്പൊ നമ്മൾ കാണുന്നത് പലതും അസ്ഥികൂടങ്ങളാണ്. ഭീകരമായ വിധത്തിൽ അവയുടെ സംഖ്യ പെരുകിയിട്ടുണ്ട്. പലരും വീണുപോയി. ഞാൻ നിങ്ങളോട് പറയാം, ഒരു കൺവെൻഷന് വന്നതല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ആകമാനമായ വ്യത്യാസം. ആമേൻ. നിങ്ങളുടെ ജീവിതകാലം വരെ ഈ ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ ആരെങ്കിലും ഒരാൾ പറയുക, പാസ്റ്ററേ പലരും വീണുപോയെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റുമോ? എനിക്ക് നിൽക്കാൻ പറ്റുമോ? എബ്രായ ലേഖനത്തിൽ പറയുന്നു, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. എല്ലാവരും വീണവരല്ല. വീണവർ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. പക്ഷെ ഈ വഴി ഓടി പൂർത്തീകരിച്ച സാക്ഷികളുടെ ഒരു വലിയ നിരയുണ്ട് നമുക്ക് ചുറ്റും. വിജയിച്ചവർ. ഹല്ലേലൂയ. അവരെല്ലാം വിജയിച്ചത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിച്ചല്ല, കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ തന്നെയാണ് അവർ സഞ്ചരിച്ചത്. Praise the Lord. എത്ര രക്തസാക്ഷികൾ. സഭാപിതാവെ തെർത്തുല്യൻ പറഞ്ഞു, ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദി ചർച്ച്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. രക്തസാക്ഷികൾ. അവർ പലരും രക്തസാക്ഷികളായത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ്. വയറിനകത്തേക്ക് വെള്ളം അടിച്ചു കയറ്റി വയറ് വീർപ്പിച്ച് വീർത്ത വയറിന്റെ പുറത്തുകൂടെ കുതിര ഓടിച്ച് വയറ് ചവിട്ടി പൊട്ടിച്ച് എത്രയോ പേരെ കൊന്നുകളഞ്ഞു. റോമൻ കൊളോസിയം പോലെയുള്ള വമ്പൻ കളിസ്ഥലങ്ങളിലേക്ക് വിശുദ്ധന്മാരെ കൊണ്ടുവന്നിട്ടിട്ട് അതിലേക്ക് വന്യമൃഗങ്ങളെ തുറന്നുവിട്ട് വിശുദ്ധന്മാരുടെ ശരീരം ജീവനോടെ ഇവ ആഹരിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര ആളുകൾ. രാജാക്കന്മാർ ഉലാവുന്ന ഉദ്യാനങ്ങളിൽ നാട്ടിയിരിക്കുന്ന കൽത്തൂണുകളിൽ വിശുദ്ധന്മാരെ ചേർത്ത് ബന്ധിച്ചിട്ട് പാദം മുതൽ തലവരെ മെഴുകുശീലകൾ കൊണ്ട് ചുറ്റി ആ മെഴുകുശീലകൾക്ക് തീ കൊടുത്ത് രാത്രിയിൽ ആ വെളിച്ചത്തിൽ രാജാക്കന്മാർ ഉലാവുമായിരുന്നു. മെഴുകുശീല കത്തിത്തീരുന്നത് പോലെ, മെഴുകുതിരി കത്തി തീരുന്നത് പോലെ വിശുദ്ധന്മാർ ഇഞ്ചിഞ്ചായി മരിച്ചു വീണ ഇടങ്ങൾ. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഹല്ലേലൂയ. ഇവര് വരും ഓടിത്തീർത്തത് ഈസി ആയിട്ടല്ല, വലിയ ഭാരങ്ങൾ ചുമന്നുകൊണ്ടാണ് അവർ ഓടിയത്. ഹല്ലേലൂയ. വലിയ സമർപ്പണത്തിലാണ് അവർ ഓടി പൂർത്തീകരിച്ചത്. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ രാമൻ പറഞ്ഞു, വലിയ സമർപ്പണത്തിലാണ് അവർ ഓടി പൂർത്തീകരിച്ചത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് വീണത് അസ്ഥികൂടങ്ങൾ കാണുന്നത് ഏതാനും ചിലരുടേതാണെങ്കിൽ ഒരു ഭൂരിപക്ഷം ഓടി പൂർത്തീകരിച്ച് അവിടെ കയറിയിരിക്കുകയാണ്. നമ്മളോടുള്ള ആഹ്വാനം എന്താണെന്നറിയാമോ? കുഞ്ഞെ, ജയിച്ച ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ മുൻപിൽ ഓടി പൂർത്തീകരിക്കേ. അതിനൊരു പോരാട്ടം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പൂർത്തീകരിച്ചവർ. നിങ്ങൾ പൗലോസിനെ നോക്ക്. അദ്ദേഹം പറയുക, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എപ്പോഴാണെന്നറിയാം? മരിക്കുന്നതിന് തൊട്ട് മുമ്പ്. ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നതിന് തൊട്ട് മുൻപ്. കേൾക്കണം, ഓസ്തിയയ്ക്കുള്ള വഴിയരികിൽ അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ചെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞ വാക്ക,
ഞാൻ നല്ല പോർ പൊരുതി. ഏതാണ്ട് 37ഓളം വർഷങ്ങളുടെ ശുശ്രൂഷ കാലത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ നാളുകളിൽ ഒന്നും അദ്ദേഹത്തിന് ആക്ഷേപമില്ല. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു സങ്കടവും ഇല്ല, ഞാൻ ഓടി പൂർത്തീകരിച്ചു. എന്തെല്ലാം ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അതെല്ലാം ഞാൻ ചെയ്തു, നല്ല പോർ പൊരുതി. ഈ വേദിയിൽ ഒത്തിരി ദൈവദാസന്മാർ ഇരിപ്പുണ്ട്. ഒരു പക്ഷേ എൻ്റെ പ്രായത്തേക്കാൾ കൂടുതൽ ശുശ്രൂഷയിൽ പരിചയമുള്ള ദൈവദാസന്മാർ ഇവിടെ കാണും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകന്മാർ, വിനുപാസ് ഉൾപ്പെടെയുള്ള ശുശ്രൂഷകന്മാർ, ഇന്നത്തെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകന്മാർ, എൻ്റെ പിന്നിലുള്ള, എൻ്റെ മുൻപിലുള്ള, എന്നേക്കാൾ പ്രായം കൂടിയ, എൻ്റെ അപ്പനേക്കാൾ പ്രായമുള്ള, എൻ്റെ പ്രായത്തേക്കാളധികം ശുശ്രൂഷയിൽ പരിചയമുള്ള എല്ലാ ദൈവദാസന്മാരോടും ഞാൻ ചോദിക്കുക, നമ്മുടെ ശുശ്രൂഷ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കപ്പോൾ ഞാൻ ചെയ്യാൻ ദൈവം ആഗ്രഹിച്ചതെല്ലാം ഞാൻ ചെയ്തു എന്ന് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷെ പോൾ പറയാ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. പൂർത്തീകരിച്ചു. ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ അവസാനത്തിൽ കണക്കെടുപ്പ് നടത്തുമ്പോൾ ദൈവമേ അങ്ങനെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സ്, അതാ നമുക്കുണ്ടാകേണ്ടത്. ഇവിടെ ഒരു പോരാട്ടം ആവശ്യമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവീൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പലരും ശ്രമിക്കും, പലരും നോക്കും, കഴിയുകയില്ല. കഴിയാത്തവരുടെ ഗണത്തിലല്ല നമ്മൾ നിൽക്കേണ്ടത്, കഴിയുന്നവരുടെ ഗണത്തിലാണ്. ഹല്ലേലൂയ. ഒരു 4-5 മിനിറ്റൂടെ ഞാൻ പ്രസംഗിക്കും. അതിനു മുമ്പ് എനിക്ക് ഒരു പ്രാർത്ഥനയിലേക്ക് നയിക്കാനുള്ള ഒരു നിയോഗമുണ്ട്. ആ കരം രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ മുൻപിൽ വെച്ച ഓട്ടത്തെ വിഘ്നം കൂടാതെ ഒന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു ആത്മശക്തി എനിക്ക് താ, കരുത്തെനിക്ക് താ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് നിർബന്ധമായി കണ്ണുകൾ അടച്ച് എല്ലാവരും കൂടെ ചേർന്ന് ആത്മശക്തിയിൽ പ്രാർത്ഥിച്ചേ. കർത്താവേ, എനിക്ക് ഈ ഓട്ടം ഓടി പൂർത്തീകരിക്കുവാനുള്ള കരുത്തു വേണം. ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്, എനിക്കിതിനുള്ള കരുത്തു വേണം. ഈ ഓട്ടമോടി പൂർത്തീകരിക്കുവാനുള്ള അഭിഷേകത്തിന്റെ കരുത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ബ്ലെസ്സഡ് ബി ദ നെയിം. ഇന്ന് രാത്രി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ആത്മശക്തിയെ, അതിനുള്ള ഒരു കരുത്തിനെ കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കും. അഭിഷക്തനെ നിങ്ങളുടെ മേലുള്ള നിയോഗത്തെ പൂർത്തീകരിക്കാൻ നമ്മൾ ഈ ഹല്ലേലൂയ കരങ്ങൾ താഴ്ത്തിയിട്ടാട്ടെ. നമ്മൾ ഈ നമ്മുടെ പലരും മരിക്കുമ്പോൾ ഓടി തികച്ചു എന്ന് നമ്മൾ എഴുതാറുണ്ട് അല്ലേ? നല്ല ഓട്ടം തികച്ചു, അങ്ങനെ ഓട്ടം തികച്ചു. സത്യത്തിൽ തികച്ചിട്ടാണോ? ഇല്ല, നമ്മൾ എഴുതിയിടുക ഓട്ടം തികച്ചു, അങ്ങനല്ല, തികച്ചിട്ടില്ല. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ ഇറങ്ങാം. ഒരു കാര്യം കൂടെ പറയാതെ എനിക്ക് മെസ്സേജ് അവസാനിപ്പിക്കാൻ പറ്റില്ല. പാസ്റ്ററെ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇടുക്കുവാതിലൂടെ അകത്ത് കടന്ന് നമ്മുടെ മുന്നിൽ ഒരു നീണ്ടു നിവർന്ന് ഞെരുക്കമുള്ളൊരു വഴി കിടപ്പുണ്ട്. അതങ്ങ് പൂർത്തീകരിക്കാൻ എന്നാ ചെയ്യണമെന്നറിയാം? മാനസാന്തരം നമ്മൾ തുടരണം. മാനസാന്തരം നമ്മൾ തുടരണം. കേട്ടോ? യോഹന്നാൻ പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. നമ്മൾ മാനസാന്തരപ്പെട്ടവരാ, സത്യം. പക്ഷേ ഇനിയും നമ്മളിൽ കാണേണ്ടത് എന്നാന്നറിയോ? അതിൻ്റെ ഫലമാ. എന്നുവരെ എന്നറിയോ? മരിക്കുന്ന അന്ന് വരെ. നമ്മുടെ അവസാനത്തെ ശ്വാസം വലിച്ച്
വിടുന്ന ആ സെക്കൻഡ് വരെ നമ്മൾ തുടരേണ്ട ഒന്നാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഹല്ലേലൂയ. സുരേഷ് പാസ്റ്ററുടെ കൺവെൻഷൻ വന്നപ്പോൾ ഞാൻ മാനസാന്തരത്തെക്കുറിച്ച് വിശാലമായിട്ട് പ്രസംഗിച്ചതാ. ഹല്ലേലൂയ. ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾ അറിയണം കേട്ടോ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ മാനസാന്തരമെന്ന് പറയുന്ന ഒരു കാര്യം കൂടാതെ ഒരു എടുക്കപ്പെടൽ നടക്കത്തില്ല. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ അവസാനത്തെ കുത്തിടുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോണം. ഒന്നുകിൽ നമ്മൾ മരിക്കുന്നത് മാനസാന്തരത്തിലായിരിക്കണം. ആമേൻ. അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് പോകാതെ നിൽക്കുന്ന ആ അവസാനത്തെ സമയമുണ്ടല്ലോ, മാനസാന്തരത്തിലായിരിക്കണം. അല്ലെങ്കിൽ യേശു വരുമ്പോൾ നമ്മളിൽ മാനസാന്തരം ഉണ്ടാകണം. ഇത് കളയരുത് കേട്ടോ. കോപിക്കുമ്പോൾ മാനസാന്തരം പോകരുത്. ഭാര്യയോടൊരു ഇഷ്ടക്കേട് ഉണ്ടാകുമ്പോൾ മാനസാന്തരം പോകരുത്. ഭർത്താവിനോടൊരു പിണക്കം തോന്നുമ്പോൾ മാനസാന്തരം പോകരുത്. സ്വതന്ത്രം. ഇപ്പം ചിലർ ചോദിക്കുക, ഇപ്പം പിണങ്ങുന്നത് മാനസാന്തരത്തിന്? മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ പിണക്കമൊക്കെ തോന്നിയേക്കും. കോപിക്കരുതെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ലല്ലോ. കോപിച്ചാൽ പാപം ചെയ്യും, അത്രയേ ഉള്ളൂ. കോപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് കോപിക്കാതിരിക്കാൻ പറ്റില്ല, കോപിക്കാതിരിക്കാൻ പറ്റില്ല. സ്വതന്ത്രം. നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ കോപിച്ചു പോകും. പക്ഷെ പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്. പിന്നെ ഇത് നീണ്ടും പോകരുത്. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ട് വിരിക്കരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മാനസാന്തരത്തിൻ്റെ ഫലത്തിലേക്ക് വാ. അവസാനിപ്പിക്കാൻ പോവാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? കർത്താവേ, എനിക്ക് ഇടുക്കുവാതിലൂടെ കയറിയേ പറ്റൂ, എനിക്ക് ഇടുക്കുവാതിലൂടെ കയറിയേ പറ്റൂ. ഓട്ടമോടുവാൻ അനേകർ മുൻവന്നെങ്കിലും ലോത്തിൻ ഭാര്യ പോലെ പിൻപിൽ നോക്കി നിന്നു പോ. ഓട്ടമോടുവാൻ അനേകർ മുൻവന്നെങ്കിലും ലോത്തിൻ ഭാര്യ പോലെ പിൻപിൽ നോക്കി നിന്നു പോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിൽക്കുന്നവരെല്ലാം കണ്ണുകൾ അടച്ച്, നിർബന്ധപൂർവ്വം കണ്ണുകൾ അടച്ച്, അതരങ്ങളെല്ലാം ഒന്ന് തുറന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം. കഴിഞ്ഞ 1.5 മണിക്കൂറാണ് ഞാനിവിടെ പ്രസംഗിക്കുക. ആമേൻ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ വചനത്തിന് മുൻപാകെ വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കുകയായിരുന്നെന്ന് എനിക്കറിയാം. ഒരൊറ്റ മനുഷ്യൻ ഈ യോഗത്തിൽ അശ്രദ്ധമായിരുന്നില്ല. 1.5 മണിക്കൂർ ഈ വചനത്തിന് മുമ്പാകെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് എനിക്കറിയാം. ഇവിടെ വ്യാപരിക്കുന്നവരെ ദൈവ സാന്നിധ്യമുണ്ട്. കാട്ടാക്കട സെന്ററിന്റെ ഈ കൺവെൻഷന്റെ 2ാമത്തെ രാത്രി അവസാനിക്കുമ്പോൾ ദൈവത്തിന്റെ ഭയങ്കര ഒരു മഹത്വത്തിന്റെ പകർച്ച ഈ രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് തിരിച്ചു പിടിക്കാം. കുഞ്ഞെ, നിന്റെ ലൈഫിനെ പരിശുദ്ധാത്മാവ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. കർത്താവിന്റെ മുൻപിൽ നിന്റെ ലൈഫിനെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തെ ഒന്ന് മടക്കിയെടുക്കാൻ, നിന്റെ പാപസ്വഭാവത്തോട് ഒന്ന് ഗുഡ് ബൈ പറയത്തക്ക വിധത്തിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ മെസ്സേജിൽ ഒരു പ്രേരണ തരിക. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഓ ജീസസ്, ജീസസ്. എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങേളിൽ മനഞ്ഞിടണമേ, വാർത്തെടുക്കണേ. ദിവ്യഹിതം പോലെ
ഏഴയാമെന്നേ. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുക, രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. കുശവന്റെ മുൻപിൽ ചക്രത്തിന്മേൽ ഇരിക്കുന്ന ഒരു കളിമണ്ണ് പോലെ കർത്താവിനോട് പറ, ഈ ഓട്ടം ഓടി പൂർത്തീകരിക്കത്തക്ക വിധത്തിൽ ഞാനെന്ന ഈ മണ്ണിനെ ഒന്ന് മെനയണമേ കർത്താവേ. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. ഒന്ന് മെനയണമേ, എന്നെ മെനയണേ കർത്താവേ. എന്റെ ചിന്ത, എന്റെ സ്വഭാവത്തെ, എന്റെ പ്രകൃതത്തെ, എന്റെ ബന്ധങ്ങളെ ഇന്ന് രാത്രി അങ്ങ് പണിയണമേ. കണ്ണുനീരോട് പ്രാർത്ഥിക്കേ, കണ്ണുനീരോട് പ്രാർത്ഥിക്കേ, നിലവിളിച്ച് പ്രാർത്ഥിക്കേ. എന്നെ പണിയണമേ കർത്താവേ, എന്നെ പണിയണമേ കർത്താവേ. വഴിയിൽ വീണു പോകാൻ ഇടവരല്ലേ, വീണുപോയവരുടെ കൂട്ടത്തിൽ എന്നെ കാണാൻ ഇടവരല്ലേ. ഗബഥയിൽ നിന്നും ഗോൽഗോഥയിലേക്ക് പച്ചപ്പൈൻമരം കൊണ്ടുള്ള കുരിശുമേന്തി യേശു നടന്നു തുടങ്ങിയപ്പോൾ അത് കണ്ട് നിലവിളിച്ചു പോയ സ്ത്രീകൾ മാറത്തടിച്ച് നിലവിളിക്കുമ്പോൾ യേശു പറയുക, കുഞ്ഞുങ്ങളെ എന്നെ ചൊല്ലിക്കറിയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവി. ഇന്ന് രാത്രി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ഭാര്യയ്ക്കായി, നിങ്ങളുടെ ഭർത്താവിനായി, നിങ്ങളുടെ മകനായി, നിങ്ങളുടെ മകൾക്കായി ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചേ. ഞങ്ങളെ പണിയണമേ. സ്ത്രീകളും പൈതങ്ങളും ഇവിടെ നിൽക്കട്ടെ എന്ന് ഫറവോൻ പറയുമ്പോൾ മോശ പറയുന്ന ഒരു വാക്കുണ്ട്, അങ്ങനെയല്ല, ഒരു കുളമ്പ് പോലും പിന്നിൽ ശേഷിച്ചുകൂടാ. നിന്റെ തലമുറയെ പിടിച്ചൊതുക്കാൻ നിൽക്കുന്ന സാത്താന്യ മണ്ഡലങ്ങൾ, അവരെ ദൈവകൃപയിലേക്ക് മുന്നോട്ട് നയിക്കാൻ അനുവദിക്കാതെ അവരെ അകറ്റിക്കളയുന്ന ദുർഭൂത മണ്ഡലങ്ങൾ, ഇന്ന് രാത്രി അവയുടെ മുൻപാകെ പോരാട്, ആത്മാവിൽ പോരാട്. ഒരു കുളമ്പിനെ വിട്ടുതരത്തില്ല. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര അമ്മമാരുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ? എത്ര അപ്പന്മാരുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ? ഒരു കുളമ്പിന്, എന്റെ മക്കളിലോ കൊച്ചുമക്കളിലോ എന്റെ മരുമക്കളിലോ ഒരു കുളമ്പിനെ ഞാൻ വിട്ടു തരത്തില്ല. പോരാടി പ്രാർത്ഥിച്ചേ, പോരാടി പ്രാർത്ഥിച്ചേ, പോരാടി പ്രാർത്ഥിച്ചേ, പോരാടി പ്രാർത്ഥിച്ചേ. ആത്മീയ അധികാരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചേ. തീരുമാനങ്ങളും പ്രാർത്ഥനകളും പ്രതിഷ്ഠകളും ഒരുപോലെ ഇന്ന് രാത്രി ജനത്തിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. ആത്മശക്തിയിൽ എല്ലാം മാറാന്ന് ഇന്ന് രാത്രി അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്, പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് എല്ലാവരും ചേർന്ന്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. മൈലുകൾക്കപ്പുറത്ത് ഇന്ന് രാത്രി ദൈവശക്തി അടിക്കുകയാണ്. ചില തലമുറകളെ ഇന്ന് രാത്രി ദൈവകൃപ തൊടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശീമോനെ, ശീമോനെ, സാത്താൻ നിന്നെ പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചുവെന്ന് പറയുന്നത് പോലെ ചില തലമുറകൾക്കെതിരെ അനുവാദം ചോദിച്ച് പാറ്റിക്കളയാൻ പദ്ധതി തയ്യാറാക്കി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ അനുവദിക്കാത്ത വിധത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില സാത്താന്യ അജണ്ടകൾ ഇന്ന് രാത്രി പൊളിഞ്ഞു മാറട്ടെ. എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ കരങ്ങൾ അടിച്ച് അന്യഭാഷയിൽ ആരാധിച്ച്, അന്യഭാഷയിൽ ആരാധിച്ച്. രാധാമാനവ ചിലതിനെ ചോദിച്ച് അവകാശം പറഞ്ഞു നിൽക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങളുടെ അജണ്ടകൾ ഇന്ന് രാത്രി കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് തകരട്ടെ, തകരട്ടെ. ആത്മാവിൽ ആരാധിച്ചാട്ടെ. എല്ലാവരും കൂടെ ചേർന്ന് കരങ്ങൾ അടിച്ച് ഒരുമിച്ച് നമ്മൾ പാടാൻ പോകുന്നു. ആത്മശക്തിയുടെ ഒരു വലിയ വ്യാപാരം ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, നല്ല പിന്തുടർന്നിടാമോ. നല്ല പോരാട്ടം പോരാടി വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഓ ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻ
മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓ ഭാരം ോ ഭാരം പാപം പഠിക്കവരി വിജയ ശക്തിയോട്. ഓ ഭാരം പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാ, മുൻപിലുള്ള ലക്കിലേക്ക് നേരെ. ഓ പിന്നിലുള്ളതൊക്കെയും ഭാരം പാപം ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഓ ഭാരം ഓ ആശയിച്ചതൊക്കെ വേയടക്കിയോടും, ആശ വെച്ച പന്തയപ്പോലുള്ള. ഓ ആശയിച്ചതൊക്കെ വേ ഭാരം പാപം നേരെ മുന്നോട്ടോടി. അമേ ഭാരം പാപം ഓ ഏതു നേരത്തും പിശാചിനത്ത് അവേ ഭീതി വേണ്ടതു നേരുന്നു. അടിക ഏതു നേരത്തും നോക്കിയാൽ നീ മുന്നിൽ ഭംഗമില്ലാതോടിയ കിരീടം. ഓ വന്നു മിഞ്ഞും നോക്കിയാൽ ഓ ഭാരം പാപം പാടുക പാടുക. ആദിഭക്തരൊട്ടമോടി വിശ്രമിച്ചിടോ, നാട്ടിൽ ചേർന്നു പാട്ടുപാടി ആനന്ദിച്ചിടോ. ഓ ഭാരം പാപം ഹല്ലേലൂയ. ഭാരം ഓ ഭാരം പാപം അമേ ഭാരം ഓ ഭാരം പാപം അഭിഷേകത്തിൽ ആരാധിച്ചാണ്. ഓ ഭാരം Oh, Jesus. ഇന്ന് രാത്രി എനിക്ക് ഈ ഓട്ടം ഓടി പൂർത്തീകരിക്കണം. ഈ ഇടുക്കമുള്ള വഴിയിലൂടെ, ഇടുക്കമുള്ള വാതിലിലൂടെ കടന്ന്, ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് എനിക്ക് ഈ ഓട്ടം തികയ്ക്കണം. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. ജീസസ്, ഉയർത്തപ്പെടുന്ന കരങ്ങൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ജീസസ്, കരങ്ങൾ താഴ്ത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രണ്ടാമത്തെ ചോദ്യം, പാസ്റ്റർ, ഇതുവരെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, എനിക്ക് അകത്തേക്ക് കയറിയേ പറ്റൂ, ഞാൻ പോരാടാൻ തയ്യാറാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ഒരു അവസരം കിട്ടിയാൽ സ്നാനപ്പെടും. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാണ്. ഞാൻ സ്നാനപ്പെടുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദയവായി ആ എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, കോരശിന്റെ വലങ്കരത്തിൽ പിടിച്ചതുപോലെ ഉയർത്തപ്പെട്ടിരിക്കുന്ന കരങ്ങളുടെ മേൽ അങ്ങ് പിടിക്കണമേ.
പരാജയപ്പെടുന്നവരുടെ ഗണത്തിലല്ല, വിജയിക്കുന്നവരുടെ ഗണത്തിൽ, പൂർത്തീകരിക്കുന്നവരുടെ ഗണത്തിൽ ഈ കുടുംബങ്ങളെ, ഈ ജനത്തെ കർത്താവ് നിർത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയുള്ള കാലം വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആത്മാവിൽ പോരാടി മറുതീരമെത്തത്തക്ക വിധത്തിൽ ഈ ജനത്തെ ദൈവം അനുഗ്രഹമാക്കണം. ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ സെന്റർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ നടക്കുന്ന മീറ്റിങ്ങും ദൈവത്താൽ അനുഗ്രഹമാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ച് അത്യുച്ചത്തിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. ഹല്ലേലൂയ! ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ഹല്ലേലൂയ!